പാശ്ചാത്യ സാഹിത്യകാരനായ വിക്ടർ ഹ്യൂഗോ. അദ്ദേഹത്തിൻ്റെ ഏറെ പ്രസിദ്ധമായ ഒരു നോവലാണ് പാവങ്ങൾ. അത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. സ്കൂൾ തലങ്ങളിലൊക്കെ അതിൻ്റെ ഒരു ഭാഗം പഠിക്കാനായിട്ടൊക്കെ ഉണ്ടായിരുന്നു. പാവങ്ങൾ എന്ന നോവൽ. ആ നോവലിലെ ഒരു രംഗം ഇപ്രകാരമാണ്. അരമന മന്ദിരത്തിൽ നിന്ന് വിലപിടിപ്പുള്ള മെഴുതിരിക്കാലും വെള്ളിപ്പാത്രങ്ങളുമായി ഒരു മനുഷ്യനെ പോലീസ് പിടികൂടുന്നുണ്ട്. ആ മനുഷ്യന്റെ പേര് ജീൻ വാൾജീൻ എന്നാണ്. ഇവനെ പോലീസ് പിടികൂടി അവനെ ബിഷപ്പിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരികയാണ്. കാരണം അവൻ്റെ കയ്യിൽ അമൂല്യമായ വിലയേറിയ കാര്യങ്ങളാണ് ഇരിക്കുന്നത്. അവനെ കൊണ്ടുവന്നപ്പോൾ ബിഷപ്പ് അവനെ രക്ഷിക്കുവാൻ വേണ്ടി ഒരു കള്ളം പറയുന്നുണ്ട്. ഞാനിതിവന് നൽകിയതാണ്. എന്നാൽ പോലീസുകാര് ഈ ബിഷപ്പിന് ഇവനെ വേണ്ട പോലെ അറിയാത്തത് കൊണ്ടായിരിക്കാം ഈ ബിഷപ്പ് ഇങ്ങനെ പറയുന്നതെന്ന് ചിന്തിച്ചുകൊണ്ട് അവര് ബിഷപ്പിനോട് വീണ്ടും ചോദിച്ചു, അങ്ങക്ക് ഇവൻ ആരാന്നറിയാമോ? അങ്ങ് അത് അറിഞ്ഞുകൊണ്ടാണോ ഇങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പോൾ ആ ബിഷപ്പ് അതിന് മറുപടി കൊടുക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഒരു മറുപടിയാണ് കൊടുത്തത്. എനിക്കറിയാം ഇവൻ എൻ്റെ സഹോദരനാണ്. ഇവൻ എൻ്റെ സഹോദരനാണ്. ലക്ഷക്കണക്കിന് വായനക്കാരുടെ ഹൃദയത്തിലേക്ക് തറച്ചു കയറിയ ഒരു വാക്കാണത്. ഈസ് മൈ ബ്രദർ, ഇവൻ എൻ്റെ സഹോദരനാണ്. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ സഹോദര ബന്ധങ്ങൾ ശിഥിലമായി പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ഇന്ന് ആയിരിക്കുന്നത്. അവിടെയാണ് വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഒരു നോവലിൽ തനിക്ക് യാതൊരു പരിചയവും ഇല്ലാതിരുന്നൊരു വ്യക്തിയെ രക്ഷിക്കുവാനായിട്ട് ആ ബിഷപ്പ് പറയുന്നത് ഇവൻ എൻ്റെ സഹോദരനാണ്. ഇന്ന് നമ്മുടെ സഹോദര ബന്ധങ്ങളൊക്കെ അതെവിടെയായിരിക്കുന്നു, എവിടെ ചെന്നെത്തിയിരിക്കുന്നു എന്നൊക്കെ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. വേദപുസ്തകത്തിൻ്റെ ആദ്യ താളുകളിൽ തന്നെ ഈ സഹോദര വൈര്യത്തിൻ്റെ കഥ പറയുന്നുണ്ട്. ഭൂമിയിൽ ആദ്യം തെറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ അവിടെ വീണ്ടും ഭൂമി ശപിക്കപ്പെടുന്നത് സഹോദരന്റെ രക്തം ഭൂമിയിൽ വീഴുമ്പോഴാണ്. അവിടെ യഹോവ ചോദിക്കുന്നുണ്ട്, നിന്റെ സഹോദരൻ എവിടെയെന്ന് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ ചോദിക്കുന്നുണ്ട്. നിന്റെ സഹോദരൻ എവിടെയെന്നൊരു ചോദ്യമുണ്ട്. ഇന്ന് സഹോദര ബന്ധങ്ങൾ പലപ്പോഴും അതിന് വിലയില്ലാതായി പോകുന്ന ഒരു കാലഘട്ടത്തിലാണ്. അത് ഈ സമ്പത്തിന്റെ പേരിലോ ധനത്തിന്റെ പേരിലോ സ്വത്തിന്റെ പേരിലോ ലഹരിയുടെ ഉപയോഗത്തിന്റെ പേരിലോ ഒക്കെ ഇന്ന് സഹോദരങ്ങൾ തമ്മിൽ അകൽച്ചയുണ്ടാകുകയാണ്. ഒന്ന് വിളിച്ചിട്ട് തന്നെ കാലങ്ങൾ എത്രയായി, ഒന്ന് കണ്ടിട്ട് തന്നെ സംസാരിച്ചിട്ട് തന്നെ കാലങ്ങൾ എത്രയോ കടന്നു പോയിട്ടുണ്ട്. ആരാദ്യം വിളിക്കുമെന്ന് പറഞ്ഞ് സഹോദരങ്ങൾ തമ്മിൽ മിണ്ടാതെ പിണങ്ങി നിൽക്കുന്നില്ലേ? അത് നമ്മുടെ ഇടവകയിലാകാം, നമ്മുടെ സമൂഹത്തിലാകാം, ഒരിടവകയിൽ കൂടി നടക്കുന്ന സഹോദരങ്ങൾ തന്നെയാണെങ്കിലും യാതൊരു ബന്ധവുമില്ലാതെ ജീവിക്കുന്ന സഹോദര ബന്ധങ്ങൾ ശിഥിലമായി പോകുന്ന സഹോദര ബന്ധങ്ങൾ ഇടയിൽ അത് രണഭൂമികൾ സൃഷ്ടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ബന്ധങ്ങളെ എത്രമാത്രം ദൈവസന്നിധിയിൽ ദൈവവുമായി നമുക്ക് ചേർത്ത് ചിന്തിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ വേദപുസ്തക വായനകളിൽ വളരെ അപൂർവമായിട്ടാണ് സഹോദര ബന്ധങ്ങളുടെ കഥ പറയുന്നത്. അത് തന്നെ ഏറെ അമൂല്യവും ഏറെ മൂല്യമായ ഒരു കഥയാണ് യോസഫിന്റെ ജീവിതം. തൻ്റെ സഹോദര ബന്ധത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന യോസഫിന്റെ ജീവിതം വേദപുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അല്പസമയത്തെ ചിന്തകൾക്കായിട്ട് ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. 45-ന്റെ 5-ാം വാക്യം. എന്നെ ഇവിടെ വിറ്റത് കൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പായി അയച്ചതാകുന്നു. എന്നെ നിങ്ങൾ ഇവിടെ വിറ്റത് കൊണ്ട് വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൽ തുടങ്ങുന്ന യോസഫിൻ്റെ സഹോദരങ്ങളുടെയും ജീവിതത്തിലെ ഏറെ ശ്രേഷ്ഠമായ വൈകാരികമായ തലം അവതരിപ്പിക്കുന്ന അധ്യായമാണ് 45-ാം അധ്യായം. ആ അധ്യായത്തിലെ ഒരു ശ്രേഷ്ഠമായ ചിന്തനീയമായ ഒരു വാക്യമാണ് ഇന്നത്തെ ചിന്തകൾക്കായിട്ട് എടുത്തിരിക്കുന്നത്. വേദപുസ്തകത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറെ ശ്രേഷ്ഠമായി നിൽക്കുന്ന വ്യക്തിയാണ് യോസഫ്.
ഒരു മനുഷ്യന്റെ ജനനം മുതൽ അവന്റെ മരണം വരെ വളരെ കാര്യമായി തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുവിൻ്റെ ജനനം തൊട്ട് യേശുവിൻ്റെ സ്വർഗ്ഗാരോഹണം വരെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പഴയ നിയമത്തിൽ നോക്കുമ്പോൾ യോസഫ്, മോശ ഇവരുടെയൊക്കെ ജനനം മുതൽ തുടർന്ന് അവരുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും എടുത്തു കാണിക്കുന്നുണ്ട്. അത്തരണത്തിൽ യോസഫിൻ്റെ ജനനം പറയുന്നുണ്ട്, യോസഫിൻ്റെ ബാല്യവും കൗമാരവും യൗവനവും ഒക്കെ പറയുന്നുണ്ട്, അവൻ്റെ ജീവിതത്തിലെ സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറയുന്നുണ്ട്, അവൻ്റെ ജീവിതത്തിലെ സന്തോഷ അനുഭവങ്ങൾ പറയുന്നുണ്ട്, യോസഫിൻ്റെ മരണം വരെ വേദപുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. അങ്ങനെ ഏറെ മിഴിവാർന്ന ഒരു ചിത്രം വേദപുസ്തകത്തിൽ യോസഫിൻ്റെ ജീവിതത്തിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും. തൻ്റെ മുമ്പിലേക്ക് കടന്നു വന്ന തൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ താൻ യോസഫാണെന്ന് യോസഫ് തന്നെ വെളിപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് 45-ാം അധ്യായം. താൻ യോസഫാണെന്ന് പറയുമ്പോൾ പേടിച്ച് പരിഭ്രമിച്ച് നിൽക്കുന്ന സഹോദരങ്ങളോട് യോസഫ് പറയുന്ന വാക്യമാണ് 45-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. എടാ സഹോദരങ്ങളെ, നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായിട്ട് ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ ഇവിടെ അയച്ചതാകുന്നു. തൻ്റെ സഹോദരങ്ങളോട് പ്രതികാരം ചെയ്യുവാൻ ഒരവസരം യോസഫിന് കിട്ടിയ ഒരു സാഹചര്യത്തിൽ തൻ്റെ സഹോദര ബന്ധത്തെ നഷ്ടമാക്കുവാനല്ല, മറിച്ച് ആ സഹോദര ബന്ധങ്ങളെ വീണ്ടും ചേർത്ത് പിടിക്കുവാൻ ശ്രമിക്കുന്ന ഒരു യോസഫ്. ഈ യോസഫ് എങ്ങനെയാണ് തൻ്റെ സഹോദര ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുന്നതെന്ന് ഈ വാക്യങ്ങളിൽ നിന്ന് അല്പസമയം നമുക്കൊന്ന് ചിന്തിക്കാം. തൻ്റെ സഹോദര ബന്ധത്തെ ചേർത്തണക്കുവാൻ യോസഫ് എങ്ങനെയാണ് ശ്രമിക്കുന്നത്? ഒന്നാമതായി ഇവിടെ യോസഫിൽ കാണാനായിട്ട് സാധിക്കുന്നത് പകയ്ക്ക് പകരമായി ക്ഷമിക്കുന്ന യോസഫിനെയാണ്. പ്രതികാരത്തിന് പകരമായി ക്ഷമ നൽകുന്ന യോസഫിനെയാണ്. പകയ്ക്ക് പകരമായി ക്ഷമ നൽകുന്ന യോസഫ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 37-ാം അധ്യായം മുതലാണ് യോസഫിനെ കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ആ 37-ാം അധ്യായത്തിൽ സാധാരണ ഒരു ചെറുപ്പക്കാരൻ, ഒരു ബാലൻ. എന്നാൽ തുടർന്ന് വരുമ്പോൾ 45-ാം അധ്യായം വായിക്കുമ്പോൾ യോസഫ് ആരായിത്തീരുന്നുണ്ട്? ഒരു രാജ്യത്തിൻ്റെ വലിയ അധികാരിയായി മാറുന്നുണ്ട്. ഒരു ദേശത്തിൻ്റെ അധിപതിയായി യോസഫ് മാറുന്നുണ്ട്. ആ അധിപതിയുടെ മുമ്പിലാണ് ഈ സഹോദരങ്ങൾ വന്നു നിൽക്കുന്നത്. മിസ്രയീം ദേശത്തിന്റെ ഉന്നത അധികാരിയുടെ മുമ്പിൽ ഈ സഹോദരങ്ങൾ വന്നു നിൽക്കുമ്പോൾ യോസഫ് തിരിച്ചറിയുന്നുണ്ട് ഇത് തൻ്റെ സഹോദരങ്ങളാണെന്ന്. എന്നാൽ ഇവർക്ക് ഇത് യോസഫാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നതുമില്ല. തൻ്റെ സഹോദരങ്ങൾ തന്നോട് കാണിച്ചത് വെച്ച് നോക്കിയാൽ യോസഫിന് ഇന്നത്തെ സാഹചര്യത്തിൽ, യോസഫിന്റെ ഇന്നത്തെ അവസ്ഥ വെച്ച് എന്തെല്ലാം ചെയ്യാമായിരുന്നു. എന്നാൽ അവിടെ യോസഫിന്റെ പ്രവർത്തനമാണ്, യോസഫിന്റെ ഇടപെടലാണ് ഏറെ ശ്രദ്ധേയമായി നിൽക്കുന്നത്. തൻ്റെ സഹോദരങ്ങളോട് ക്ഷമിക്കുന്ന ഒരു മനോഭാവം യോസഫ് ഉണ്ടാകുന്നുണ്ട്. ഈ 37-ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ ഈ സഹോദരങ്ങൾക്ക് ഇവനെ കണ്ടുകൂടാത്ത അവസ്ഥയാണ്. ഈ വേദഭാഗത്തിന്റെ പഴയ 37 മുതൽ നമുക്കൊന്ന് ചിന്തിക്കാം. എങ്കിൽ മാത്രമേ ഈ സഹോദരങ്ങൾ യോസഫിനോട് എന്തെല്ലാമാണ് കാണിച്ചതെന്ന് വ്യക്തമാകുകയുള്ളൂ. അങ്ങനെയുള്ള സഹോദരങ്ങളോടാണ് നമ്മൾ പറയും, പണ്ടായിരുന്നു നടക്കത്തില്ല, ഇന്ന് എനിക്ക് എല്ലാം ചെയ്യാനുള്ളൊരു സമ്പത്തും കഴിവും ഒക്കെ ഉണ്ട്, ഇന്നാണ് ഞാൻ വല്ലതും ചെയ്യും എന്ന് പറയുന്നത് പോലെ ഇന്നത്തെ സാഹചര്യം നോക്കിയാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ യോസഫിന് കഴിയും. 37-ാം അധ്യായത്തിൽ യോസഫിനെ പറ്റി പറയുമ്പോൾ അവിടെ യാക്കോബിന് ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു ആര്? യോസഫ്. അവന് ശ്രേഷ്ഠമായ വസ്ത്രങ്ങളൊക്കെ പിതാവ് നൽകുന്നുണ്ട്. അപ്പോൾ അപ്പൻ ഇവന് പ്രിയപ്പെട്ടവനാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ബാക്കിയുള്ളവർക്ക് ഇവനോട് എന്തുണ്ട്? ഒരു ദേഷ്യമുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് ഈ ചെറുക്കൻ സ്വപ്നം കാണാൻ തുടങ്ങി. സ്വപ്നം കാണുക മാത്രമല്ല, സ്വപ്നം വ്യാഖ്യാനിക്കുകയുണ്ട്. അവൻ വ്യാഖ്യാനിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങളെല്ലാവരും എന്നെ വന്ദിക്കും. ആണ്ട് കിടക്കുന്നു. ഒന്നാമത് ഇവനോട് ദേഷ്യമാണ്. ഇനി ഇവന്മാരെല്ലാം കൂടി ഇവനെ വന്ദിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഉള്ള ദേഷ്യം വീണ്ടും വർദ്ധിക്കുകയാണ്. 37-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം അത് വളരെ ശ്രദ്ധേയമായി അതവിടെ രേഖപ്പെടുത്തുന്നു. 37-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം, അവൻ്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നിയെന്നാണ്. അപ്പോൾ ഈ അസൂയയും വൈരാഗ്യവും ഇവൻ ജനിച്ച കാലം മുതൽ ഇവനോടുണ്ട്. ഇങ്ങനെ ഇവനോട് അസൂയയും വൈരാഗ്യം നിൽക്കുമ്പോഴാണ് അപ്പൻ ഒരു ദിവസം
ഇവനെ സഹോദരങ്ങളുടെ ഇടയിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. അവരെ ഒന്ന് അന്വേഷിച്ചിട്ട് വരാൻ പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ സഹോദരങ്ങളെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ ഇവനെ ദൂരെ നിന്ന് കാണുമ്പോൾ അവർ ദുരാലോചന നടത്തുന്നുണ്ട്. ദാണ്ട് വരുന്ന സ്വപ്നക്കാരൻ ഇവനെ എങ്ങനെങ്കിലും വധിക്കണമെന്ന്. 37-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം താഴോട്ട് വായിക്കുമ്പോൾ അവർ ദൂരത്തുനിന്ന് കണ്ടിട്ട് അവനെ കൊല്ലേണ്ടതിന് അവൻ അടുത്ത് ചെന്ന് വരും മുമ്പേ അവന് വിരോധമായ ദുരാലോചന കഴിച്ചു. അപ്പോൾ യോസഫിനോട് ഇവർക്ക് പണ്ട് മുതലേ എന്താണ്? വെറുപ്പാണ്, അസൂയാണ്. ആ അസൂയ വർദ്ധിച്ച് അവർ പറയുന്നത് എന്താ? ഇവനെ കൊല്ലണമെന്നാ പറയുന്നത്. തങ്ങളുടെ സഹോദരനെ കൊല്ലണമെന്നാണ് പറയുന്നത്. എന്നാൽ അങ്ങനെ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് കൂടുതൽ രൂപയും പറയുന്നത് കൊല്ലേണ്ട കാര്യമൊന്നുമില്ല, അവൻ്റെ രക്തം ചീന്തേണ്ട കാര്യമൊന്നുമില്ല, അവനെ നമുക്ക് ആ കുഴിയിൽ ഇട്ട് കളയാം. അങ്ങനെ അവനെ കുഴിയിൽ ഇടുന്നുണ്ട്. അവിടെ നിന്ന് അവനെ ഇസ്മാലിയർക്ക് വിൽക്കുന്നുണ്ട്. അങ്ങനെ പൊട്ടക്കിണറ്റിൽ നിന്ന് കുഴിയിൽ നിന്ന് യോസഫിനെ വിൽക്കുന്നുണ്ട്. ഇവര് നിന്ന് അപ്പനോട് പറയുന്നുണ്ട്, മകൻ മരിച്ചുപോയി, അവനെ ഒരു മൃഗം വന്ന് കടിച്ചു കീറി, അവന്റെ വസ്ത്രം അവർ കൊണ്ട് കൊടുക്കുന്നുണ്ട്, ആടിന്റെ രക്തമൊക്കെ പുരട്ടി അപ്പൻ്റെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പന് വളരെ വിഷമമായി. അപ്പം അപ്പൻ അങ്ങനെ പ്രയാസത്തിലും വിഷമത്തിലും ഇരിക്കുക. അങ്ങനെ യോസഫ് അടിമയായി മാറുന്നുണ്ട്. മകനായ ഒരുവൻ അടിമയായി മാറുന്നുണ്ട്. അങ്ങനെ 38-ാം അധ്യായം 39-ലേക്ക് വരുമ്പോൾ ഈ അടിമ പൊത്തിഫറിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നതായി 39-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അവിടെ ദൈവം അവനോട് കൂടെ ഉള്ളത് കൊണ്ട് പൊത്തിഫറിന് ഇവനെ വലിയ കാര്യമായിരുന്നു. എന്നാൽ അവിടെ ഇരിക്കുമ്പോഴും അവിടെയും അവന് ചില പ്രയാസങ്ങൾ വരുന്നുണ്ട്. അവിടെ നിന്ന് അവൻ ആ കൊട്ടാരത്തിൽ നിന്ന് തടവിലേക്ക്, കാരാഗ്രഹത്തിലേക്ക് മാറ്റപ്പെടുന്നുണ്ട്. അങ്ങനെ കാരാഗ്രഹത്തിലാകുന്നുണ്ട്. കാരാഗ്രഹത്തിൽ കഴിയുന്ന സമയത്ത് ഫറവോന്റെ പാനപാത്രവാഹകരും ഒക്കെ ഇവന്റെ കൂടെ തടവിലുണ്ട്. അവിടെ വെച്ച് വീണ്ടും ചില ഇടപെടൽ ഉണ്ടാകുന്നു. അവൻ സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുന്നു. അവിടെ നിന്ന് ഫറവോന്റെ പാനപാത്രവാഹകനൊക്കെ രക്ഷപ്പെടുന്നുണ്ട്, സ്വപ്നം വ്യാഖ്യാനിച്ച്. എന്നാൽ ഇവനെയും കൂടെ രക്ഷിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ വീണ്ടും ഈ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് കടന്നു പോകുന്നുണ്ട്. 42-ാം അധ്യായം വരുമ്പോൾ വീണ്ടും ഫറവോൻ ഒരു സ്വപ്നം കാണുന്നുണ്ട്. 41-ാം അധ്യായം. ഈ സ്വപ്നം കാണുമ്പോൾ അത് വ്യാഖ്യാനിക്കാൻ ആർക്കും പറ്റുന്നില്ല. അങ്ങനെയാണ് യോസഫിനെ പറ്റി അറിയുന്നത്. യോസഫിനെ കാരാഗ്രഹത്തിൽ കൊണ്ടുവരുന്നു. യോസഫ് സ്വപ്നം വ്യാഖ്യാനിക്കുന്നു. അങ്ങനെ യോസഫിന്റെ ആ ഇടപെടലും പ്രവൃത്തിയും ഒക്കെ കണ്ട് യോസഫിനോട് പ്രീതി തോന്നിയ ഫറവോൻ അവനെ ആ ദേശത്തിന് അധിപതിയാക്കി മാറ്റുന്നുണ്ട്. 41-ാം അധ്യായം അതിൻ്റെ 41-ാം വാക്യം. 41-ാം അധ്യായം അതിൻ്റെ 41-ാം വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ചാൽ. 41-ന്റെ 41-ാം വാക്യം. ഫറവോൻ തന്റെ കയ്യിൽ നിന്ന് മുദ്രം ഊരി യോസഫിന്റെ കൈക്ക് ഇട്ടു. ഈ ഇസ്രായേൽ ദേശത്തിന് നീ അധിപതിയാണ്, സ്ഥാനം കൊണ്ട് മാത്രം ഞാൻ നിന്റെ മുകളിലാണ്, ബാക്കി എല്ലാം നിനക്കാണ്. അപ്പോൾ ഒരു ദേശത്തിന് സർവാധിപതിയായി യോസഫ് മാറുന്നു. അങ്ങനെ യോസഫ് ഒരു ദേശത്തിന്റെ അധിപതിയായി വാഴുന്ന സമയത്താണ് ക്ഷാമം ഉണ്ടാകുന്നത്. അങ്ങനെ ക്ഷാമം വരുമ്പോൾ ഭക്ഷണപദാർത്ഥങ്ങൾ കൈക്കൊള്ളുവാൻ വേണ്ടി യാക്കോബ് തന്റെ മക്കളെ പറഞ്ഞയക്കുകയാണ്. യാക്കോബ് തന്റെ എത്ര മക്കളെയാണ് പറഞ്ഞയക്കുന്നത്? 10 പേരെ. ആരെയാണ് വീട്ടിൽ നിർത്തിയത്? ബെന്യാമിനെ. കാരണം എന്താ? അപ്പന് പേടിയുണ്ട്, ഏറ്റവും ഇളയവനാ. ഒരുത്തൻ നഷ്ടപ്പെട്ടു, ഇവനെയും കൂടെ ഇവരുടെ കൂടെ വിട്ടാൽ പേടിയുണ്ട്. അതുകൊണ്ട് അപ്പൻ ഇവനെ അവിടെ നിർത്തി. ബാക്കി 10 പേരാണ് മിസ്രൈം ദേശത്തേക്ക് ഈ ഭക്ഷണപദാർത്ഥങ്ങൾ കൊണ്ടുവരാനായിട്ട് പോകുന്നത്. 42-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നതാണ്. ഇങ്ങനെ ഇവർ വന്ന് യോസഫിന്റെ അടുക്കൽ വന്ന് നിൽക്കുന്നുണ്ട്. യോസഫിന്റെ അടുക്കലേക്ക് വരുമ്പോൾ 42-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. യോസഫിന്റെ സഹോദരന്മാർ വന്ന് അവനെ സാഷ്ടാംഗം നമസ്കരിച്ചു. യോസഫ് തന്റെ സഹോദരങ്ങളെ കണ്ടാറെ അവരെ അറിഞ്ഞുവെങ്കിലും അറിയാത്ത ഭാവം നടിച്ച് അവരോട് കഠിനമായി സംസാരിച്ചു. 10 പേർക്ക് ഒരുത്തനെ അറിയാൻ പറ്റിയില്ല, ഒരുത്തന് 10 പേരെ അറിയാൻ പറ്റി. 10 പേരിൽ ഒരുത്തന് പോലും ഒരുത്തനെ അറിയാൻ പറ്റിയില്ല. പക്ഷെ ഒരാൾക്ക് ഈ 10 പേരെ അറിയാൻ പറ്റി. അതെന്ത് വിചിത്രമായ കാര്യമാണ്. പക്ഷെ യോസഫ് ഇവരെ അറിഞ്ഞെന്നാ പറഞ്ഞു. യോസഫിനെ ഇവർക്ക് മനസ്സിലായില്ല. എന്തുകൊണ്ടാണ് യോസഫിനെ ഇവർക്ക് മനസ്സിലാകാഞ്ഞേ? ഒന്നാമത്തെ കാര്യം, ഈ ചെറുക്കൻ ഈ ഒരു നിലയിൽ എത്തുമെന്ന് ഇവരാരും
പ്രതീക്ഷിച്ചില്ല. ഇവൻ മരിച്ചു പോയിട്ടുണ്ടാകും, അല്ലെ അടിമയായി ഏതെങ്കിലും നാടുകളിൽ എവിടെയെങ്കിലും ജീവിക്കുന്നുണ്ട്. അപ്പോൾ യോസഫിനെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഇടമാണ്. അപ്പോൾ യോസഫ് ആയിരിക്കില്ല. ഇനി യോസഫ് തന്നെയാണെങ്കിലും ഇപ്പോൾ യോസഫ് ആരാണ്? ഒരു വലിയ ഭരണാധികാരി. നമ്മൾ ഈ ഫറവോന്മാരുടെയൊക്കെ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്തായിരിക്കും അവരുടെ വേഷഭൂഷാദികൾ? വലിയ ആഭരണങ്ങളും വലിയ ആടകളും ഒക്കെ, വലിയ വസ്ത്രവിധാരണങ്ങൾ, വലിയ ഒരു വിശിഷ്ടമായ ഒരു വേഷവിധാനങ്ങൾ അവർക്കുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇവനെ മനസ്സിലായി കാണത്തുമില്ല. പക്ഷെ അവർ മനസ്സിലാകാത്ത പ്രധാന കാരണം അതല്ല. അത് മുമ്പോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. തൻ്റെ സഹോദരനെ തിരിച്ചറിയാൻ പറ്റാത്ത പോയി ഈ സഹോദരങ്ങളുടെ പ്രശ്നം എവിടെയാണെന്ന് വേദപുസ്തകം തന്നെ പറഞ്ഞു തരുന്നുണ്ട്. ഇത് നമ്മൾ ചിന്തിക്കുന്ന കാര്യമാണ്. അപ്പോൾ 10 പേർക്ക് ഒരുത്തനെ കാണാൻ തിരിച്ചറിയാൻ പറ്റിയില്ല. പക്ഷേ ഒരാൾക്ക് 10 പേരെയും തിരിച്ചറിയാൻ സാധിച്ചു. ഈ അറിഞ്ഞിട്ടും അറിയാത്ത പോലെ ഇല്ലേ, നമ്മൾ ചെയ്യുന്നത് പോലെ കണ്ടിട്ടും കാണാത്ത പോലെ. ബസ്സിലൊക്കെ കയറുമ്പം പ്രായമുള്ളവരൊക്കെ വന്നാൽ സീറ്റിന് വേണമെന്നറിയാം, നമ്മൾ കണ്ടിട്ടേ ഇല്ല. അമ്മയും കുഞ്ഞുമായിട്ട് ആരെങ്കിലും വരുമ്പോൾ അല്ലേ, നമ്മൾ കണ്ടിട്ടേ ഇല്ല. വേറെ ആരെങ്കിലും എഴുന്നേറ്റാൽ എഴുന്നേൽക്കട്ടെ. കണ്ടിട്ടും കാണാത്ത പോലെ യോസഫ് നിൽക്കുന്നു. യോസഫ് പറയുകയാണ്, നിങ്ങളെല്ലാം ഒറ്റുകാരാണ്, ഈ ദേശത്തെ ഒറ്റിക്കൊടുക്കാൻ വന്നവരാണ്. അപ്പോഴവർ പറയുന്നുണ്ട്, ഞങ്ങൾ ഒറ്റുകാരല്ല, ഞങ്ങളുടെ ഒരു അപ്പൻ്റെ മക്കളാണ്. വിശദമായി പറയുന്നുണ്ട്. 12 പേരായിരുന്നു. ഒരുത്തൻ മരിച്ചുപോയെന്നാ പറയുന്നത്. ഒരുത്തനില്ല, അവനില്ല. ഒരാളുണ്ട്, അവനെവിടെ? അവൻ അപ്പൻ്റെ കൂടെ വീട്ടിലുണ്ട്. ഞങ്ങൾ ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ വന്നതാണ്, ഞങ്ങൾ ആരും ഒറ്റുകാരല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ യോസഫിനോട് അവതരിപ്പിക്കുകയും യോസഫ് ഇവിടെ സംസാരിച്ച് ഇവർ ഒറ്റുകാരാണെന്ന് പറഞ്ഞിട്ട് ശിമോനെ പിടിച്ച് വെക്കുന്നുണ്ട്. അവിടെ യോസഫ് ശിമോനെ പിടിച്ച് അവിടെ വെച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ പോയി ഇനി ബെന്യാമിനുമായിട്ട് ഇങ്ങ് വാ, അപ്പം ഞാൻ ഇവനെ വിട്ടുതരാമെന്ന് പറയുന്നു. ഇങ്ങനെ യോസഫ് ശിമോനെ പിടിച്ച് കാരാഗൃഹത്തിൽ ഇടുമ്പോൾ അവിടെ ഈ സഹോദരങ്ങൾ തമ്മിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. 42-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം. 42-ന്റെ 21-ാം വാക്യം വായിച്ചോട്ടെ. ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്ത ദ്രോഹമാകുന്നു. അവൻ നമ്മോട് കെഞ്ചിയപ്പോൾ നാം അവന്റെ പ്രാണസങ്കടം കണ്ടാറയും അവന്റെ അപേക്ഷ കേട്ടില്ലല്ലോ. അതുകൊണ്ട് ഈ സങ്കടം നമുക്ക്, കാരണം ശിമോനെ പിടിച്ച് കാരാഗൃഹത്തിലിട്ടപ്പോൾ ഇവർ പേടിച്ചു, പരിഭ്രമം ഉണ്ടായി. കാരണം തിരിച്ചു ചെന്നാൽ അപ്പന് പ്രയാസം ഉണ്ടാവും. അവിടെ ഈ സഹോദരങ്ങൾ പറയുന്ന ഒരു കാര്യമാണ്. ഈ കാര്യം ഒരു ഫ്ലാഷ് ബാക്കാണ്. വായിച്ചോ, മനസ്സിലായോ? അവിടെ വ്യക്തമായി പറയുന്നുണ്ട്, ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്ത. ഏത് സഹോദരനോട്? യോസഫിനോട് നമ്മൾ ചെയ്ത ദ്രോഹമാണ്. അവൻ നമ്മോട് കെഞ്ചിയപ്പോൾ, വർഷങ്ങൾക്ക് മുമ്പ്, 13 വർഷങ്ങൾക്ക് മുമ്പെന്ന. കാരണം യോസഫിന്റെ പ്രായം 37-ാം അധ്യായത്തിൽ പറയുന്നവന് 17 വയസ്സായെന്നും യോസഫ് ഭരണാധികാരി ആയപ്പോൾ അവന് 30 വയസ്സായെന്നും പറയുന്നു. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഇവരിവനെ കൊല്ലാൻ നോക്കിയപ്പോൾ ഉണ്ടായ ഒരു സംഭവമാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ സഹോദരൻ നമ്മോട് കെഞ്ചി, അവന്റെ സങ്കടം നമ്മൾ കണ്ടിട്ടും കാണാതിരുന്നു. അതാണ് പറയുന്നത്. അവൻ നമ്മൾ കണ്ടാറേയും അവന്റെ അപേക്ഷ നമ്മൾ കേട്ടില്ലല്ലോ. ഇത് അതുകൊണ്ട് ഈ സങ്കടം നമുക്ക് വന്നിരിക്കുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. യോസഫിനെ തിരിച്ചറിയാൻ പറ്റാത്ത പോയതിന്റെ കാരണം ഇതാണ്. സഹോദരനെ തിരിച്ചറിയാൻ പറ്റാത്ത ആ കാഴ്ച ഇവർക്ക് എന്ന് നഷ്ടപ്പെട്ടതാ? വർഷങ്ങൾക്ക് മുമ്പേ നഷ്ടപ്പെട്ടതാ. അവൻ നടന്നു വരുന്ന കണ്ടപ്പോൾ അവനെ കൊല്ലാനായിട്ട് ആലോചന നടത്തിയപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടതാണ് സഹോദരങ്ങളെ തിരിച്ചറിയാനുള്ള കാഴ്ച. അതുകൊണ്ടാണ് ഇപ്പോഴും യോസഫ് മുമ്പിൽ നിൽക്കുമ്പോഴും ഇവനെ തിരിച്ചറിയാൻ ഇവർക്ക് പറ്റാതെ പോകുന്നത്. സഹോദര ബന്ധങ്ങളെ തിരിച്ചറിയാൻ പറ്റാതെ പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് പരസ്പരം സഹോദരങ്ങൾ ലഹരി ഉപയോഗിച്ച് കൊല്ലുന്നു, സമ്പത്തിന് വേണ്ടി കൊലപാതകം നടത്തുന്നു, പിണങ്ങി നിൽക്കുന്നു. പലതരത്തിലുള്ള അതിക്രമങ്ങൾ സഹോദരങ്ങൾ തമ്മിൽ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്കും ഇല്ലാതെ പോകുന്നത് ഈ ഹൃദയദൃഷ്ടിയാണ്. ഇവിടെ യോസഫിനെ തിരിച്ചറിയാൻ പറ്റാതെ പോയത് ഇവരുടെ ആ കാഴ്ച നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. തൻ്റെ സഹോദരനാണെന്നുള്ള തിരിച്ചറിവ് നഷ്ടമായതുകൊണ്ടാണ്. പിന്നീട് അവിടെ പറയുന്നു, ഇവിടെ ശിമോനെ തടവിലാക്കുന്നുണ്ട്.
ഈ ബാക്കിയുള്ള സഹോദരങ്ങൾ അപ്പൻ്റെ അടുക്കൽ ചെല്ലുന്നുണ്ട്. അങ്ങനെ അപ്പനോട് കാര്യങ്ങൾ പറയുമ്പോൾ അപ്പന് വലിയ പ്രയാസവും സങ്കടവും വരുന്നുണ്ട്. അപ്പൻ വല്ലാതെ ഭാരപ്പെടുന്നുണ്ട്. അപ്പൻ പറയുന്നുണ്ട്, ഒരുത്തനില്ല, ഒരുത്തനെ അവിടെ കൊണ്ട് നിങ്ങൾ കളഞ്ഞിട്ട് വന്നു. ഇനിയിപ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടെ പറയുന്നത്, കാരണം യോസഫ് ഒരു കാര്യം പറഞ്ഞാൽ വിട്ടത്, എന്തോ വേണം, ഇവനെ വിട്ട് കിട്ടണമെങ്കിൽ നീ ആരെ കൊണ്ട് ചെല്ലണം? ബെന്യാമിനെ കിട്ടണം. അപ്പോൾ അപ്പന് വീണ്ടും പ്രയാസമായി. ഇനി ബെന്യാമിനെ കൂടെ നിങ്ങൾ കൊണ്ടുപോകുന്നു. അപ്പൻ സമ്മതിച്ചില്ല. അങ്ങനെ വീണ്ടും പോകുമ്പോൾ ക്ഷാമം കഠിനമാകുന്നു. വീണ്ടും ഇവരെ പറഞ്ഞയക്കാനായിട്ട് അപ്പന് ഒരുങ്ങേണ്ടി വരുന്നു. അങ്ങനെ പോകുമ്പോൾ ഇവിടെ ഈ ബെന്യാമിനെ കൂട്ടാതെ അങ്ങോട്ട് ചെല്ലാനായിട്ട് പറ്റിയില്ല. 43 അധ്യായം അതിന്റെ 8 വാക്യത്തിൽ ബെന്യാമിനെ വിട്ടുകിട്ടാൻ വേണ്ടി യഹൂദ മധ്യസ്ഥ നിൽക്കുന്നുണ്ട്. 43 അധ്യായം 8 വാക്യം. ഇവിടെ അപ്പന്റെ അടുക്കൽ യഹൂദ മധ്യസ്ഥ നിൽക്കുകയാണ്. എല്ലാവർക്കും ജീവൻ ഉണ്ടാകേണ്ടതിന്, എല്ലാവരും മരിക്കാതെ ജീവിക്കേണ്ടതിന് ഇവനെ ഞങ്ങളുടെ കൂടെ അയക്കണം. ഞാൻ അവന് എന്തോ ആയിരിക്കുമെന്ന്, ഉത്തരവാദി ആയിരിക്കുമെന്ന്. ഈ ഉത്തരവാദിത്വം പണ്ട് കാണിച്ചിരുന്നെങ്കിൽ യോസഫിന്, നമ്മൾ പറയാം, ഇപ്പൊ ചിന്തിച്ചാൽ അത് വന്നത് നല്ലതായി അല്ലേ? യോസഫ് ഇപ്പോൾ ഭരണാധികാരിയായി. അവൻ യഹൂദ പറയാണ്, എന്റെ സഹോദരന് ഞാൻ ഉത്തരവാദിയാണ്. ഇന്ന് ഇല്ലാതെ പോകുന്ന ഒരു കാഴ്ചയെന്നാണ്, എന്റെ അവൻ എന്ത് ചെയ്താലും എനിക്കെന്താ അല്ലേ? അവൻ എന്ത് കാണിച്ചാലും എനിക്കെന്താണ് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ യഹൂദ പറയാണ്, ഞാൻ ഉത്തരവാദിയാണ്. അങ്ങനെ ഇവനെയും കൂട്ടി വീണ്ടും ചെല്ലുന്നുണ്ട്. ബെന്യാമിനെ കാണുന്നുണ്ട്, സഹോദരങ്ങളെ കാണുന്നുണ്ട്. യോസഫ് ഇവർക്ക് വിരുന്നൊഴുക്കുന്നുണ്ട്. അങ്ങനെ വിരുന്നൊരുക്കി ഇവർക്ക് വീണ്ടും ഇതൊക്കെ കൊടുത്ത് പറഞ്ഞയക്കുമ്പോൾ വീണ്ടും യോസഫ് ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ആദ്യം ഇവരെ പറഞ്ഞയക്കുമ്പോൾ ഇവർ കൊണ്ടുവന്ന നാണയത്തുട്ടുകൾ ഇവിടെ ചാക്കിൽ വെക്കുന്നുണ്ട്. എന്നാൽ ഈ തവണ അവർ വന്നപ്പോൾ ഇവിടെ രാജാവിന്റെ വെള്ളിപ്പാത്രം അത് ബെന്യാമിന്റെ ചാക്കിൽ വെച്ച് കെട്ടി കൊടുത്തു വിടുന്നുണ്ട്. അങ്ങനെ ഇവര് മടങ്ങി പോകുന്നു. അങ്ങനെ പടയാളികൾ വന്ന് പിടിക്കുന്നു. അങ്ങനെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ ഈ സഹോദരങ്ങൾ പറയുന്നുണ്ട്, ഇത് ഞങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അവരിവിടെ അടിമയായിക്കൊള്ളട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. 44 അധ്യായം അതിന്റെ 17 വാക്യം. 44 17 വാക്യം. ആരുടെ കയ്യിൽ പാത്രം കണ്ടുവോ അവനും തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ ആരുടെ കയ്യിലാണോ അവൻ എനിക്ക് അടിമയായിരിക്കും. ഈ ഇളയ ചെറുക്കനെ ഇവിടെ നിർത്തണം. അതിനുള്ള ഉപായമാണ് യോസഫ് നടത്തുന്നത്. നീ ഇവനെ ഇവരുടെ കൂടെ വിട്ടാൽ ചിലപ്പം യോസഫിന് പണ്ടത്തെ ഒരു പേടി ഉണ്ടാകാം. അപ്പോൾ യോസഫ് പറയാണ്, അതുള്ളവൻ ഇവിടെ അടിമയായിരിക്കും. അങ്ങനെ അത് ബെന്യാമിന്റെ കയ്യിലുണ്ട്. ബെന്യാമിന്റെ കയ്യിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇവന്മാർക്ക് പിന്നെ പേടിയും വെപ്രാളവും ഭയവുമായി. കാരണം ഒരുവൻ മരിച്ചുപോയി. അപ്പനെ ഏറെ പ്രിയപ്പെട്ടവനാണ് ആര്? ബെന്യാമിൻ. ഇനി അവനെ ഇവിടെ വിട്ടിട്ട് തിരിച്ചെല്ലാൻ പറ്റുമോ? പറ്റില്ല. ബെന്യാമിനെ ഇവിടെ പിടിച്ചു നിർത്തുന്ന ഒരു ഘട്ടം വന്നപ്പോഴത്തേക്ക് സഹോദരങ്ങൾ പേടിക്കുകയാണ്. അവിടെ 45 അധ്യായത്തിന്റെ 18 മുതൽ അപ്പോൾ യഹൂദ അടുത്തെന്ന് യോസഫിനോട് വളരെ വിശദമായി ചില കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. 44 അധ്യായം അവിടെ പറയുന്നുണ്ട്, ആ മനുഷ്യൻ സഹിക്കുകയില്ല. ആര്? ഞങ്ങളുടെ അപ്പൻ. അതുകൊണ്ട് ഇവനെ വിട്ടുതരണം, ഞാനിവിടെ ഇരുന്നോളാം. 44 അധ്യായത്തിന്റെ 33 വാക്യം. 44 33 വാക്യം. ഇവന് പകരം ഞാൻ അടിമയായിക്കൊള്ളാം, ബാക്കി എല്ലാരെയും പറഞ്ഞയക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പന്റെ അടുക്കൽ പോകും, അപ്പന് ഭവിക്കുന്ന ദോഷം ഞാൻ കാണേണ്ടി വരുമല്ലോ. ഇങ്ങനെ തൻ്റെ അപ്പന്റെ കാര്യങ്ങളും വിഷമങ്ങളും ഒക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവിടെയാണ് യോസഫ് പിടിച്ചു നീക്കാൻ പറ്റാതെ പോകുന്നത്. അവിടെയാണ് 45 അധ്യായത്തിൽ നമ്മൾ വായിച്ച ഭാഗം. യോസഫ് പോയി കരയുന്നുണ്ട്. യോസഫ് കരഞ്ഞിട്ട് തങ്ങളുടെ സഹോദരങ്ങളുടെ അടുക്കൽ വന്ന് തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ്, ഞാൻ നിങ്ങൾ വിറ്റുകളഞ്ഞ യോസഫാണ്. എന്നെ നിങ്ങൾ വിറ്റതുകൊണ്ട് വ്യസനിക്കുകയും വേണ്ട, വിഷാദിക്കുകയും വേണ്ട. പ്രിയമുള്ളവരെ, സ്നേഹത്തിലൂടെ ക്ഷമിക്കുന്ന യോസഫ് ഇവിടെ പറയുകയാണ്. യോസഫാണെന്ന് അറിഞ്ഞപ്പോൾ ഈ സഹോദരങ്ങൾക്ക് ഒരു പേടിയുണ്ടായി. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്,
അവൻ്റെ സഹോദരന്മാർ അവൻ്റെ സന്നിധിയിൽ ഭ്രമിച്ചുകൊണ്ട് അവനോട് ഉത്തരം പറയുവാൻ അവർക്ക് കഴിഞ്ഞില്ല, പേടിച്ചുപോയി. യോസഫാണ് മുമ്പിൽ നിൽക്കുന്ന അറിഞ്ഞപ്പോൾ ഇപ്പോൾ അത് യോസഫ് മാത്രമല്ല, മറ്റാരൂടാ? അതാരാ നിൽക്കുന്നേ? മിസ്രയീമിലെ രാജാവാണ്. സർവാധികാരവുമുള്ള, എന്തും ചെയ്യുവാൻ അധികാരമുള്ള, ആരും ചോദിക്കാൻ അധികാരമില്ലാത്ത അവൻ എന്ത് ചെയ്താലും അങ്ങനെയുള്ള ഒരു രാജാവിന് മുമ്പിലാണ് നിൽക്കുന്ന അറിഞ്ഞപ്പോൾ അവൻ തങ്ങളുടെ സഹോദരനാണെന്നും തങ്ങൾ അവനോട് ചെയ്ത് വെച്ച് നോക്കിയാൽ അവൻ എന്ത് പ്രതികാരവും നമ്മളോട് ചെയ്യുവാനുള്ള കഴിവുള്ള വ്യക്തിയാണെന്ന് ഇപ്പോൾ അറിഞ്ഞപ്പോൾ ഭയപ്പെട്ട് നിൽക്കുകയാണ്. എന്നാൽ അവിടെയാണ് ഇവന്മാർ പേടിക്കുന്നത് കണ്ടപ്പോൾ യോസഫ് പറയുന്നത്, നിങ്ങൾ വ്യസനിക്കേണ്ട, നിങ്ങൾ പേടിക്കേണ്ട. പ്രിയമുള്ളവരെ, ഈ ആധുനിക ലോകത്തിൻ്റെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ സഹോദര ബന്ധങ്ങളെയൊക്കെ ഒന്ന് നാം ഓരോരുത്തരും പരിശോധിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. തൻ്റെ മുമ്പിൽ തീർത്തും നിസ്സഹായരായി നിൽക്കുന്നവരാണ് സഹോദരങ്ങൾ. അവരോട് എന്ത് ചെയ്യുവാൻ ഇല്ലേ, ഈ തക്ക സമയത്ത് പണി തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് പോലെ അവസരം നോക്കിയിരിക്കുകയായിരുന്നു. അങ്ങനെ അവസരം നോക്കിയിരുന്നപ്പോൾ കിട്ടിയ ഒരു അവസരമാണ് ഇവരെല്ലാം കൂടെ ഒന്നിച്ചു മുമ്പിൽ വന്ന് നിൽക്കുന്നത്. അവരോട് എങ്ങനെ വേണമെങ്കിലും പ്രതികരിക്കാൻ കഴിവുള്ള യോസഫ് അവരോട് ക്ഷമിക്കുന്നതായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. ഇന്ന് സഹോദര വൈര്യങ്ങൾ പരസ്പരം ഒന്ന് സംസാരിക്കാൻ, ഒന്ന് മിണ്ടാൻ, ഒന്ന് വിളിക്കുവാൻ പോലും മടിയാണ് പലപ്പോഴും. അത് തൊട്ടടുത്താണെങ്കിലും എവിടെയെങ്കിലും ദൂരെയാണെങ്കിലും ഒന്ന് വിളിക്കാൻ പോലും മടിയാണ്. നമ്മളായിരിക്കുന്ന ഈ ലോകത്തിൽ നമുക്ക് പല ബന്ധങ്ങളുണ്ടെങ്കിലും അതുള്ളൊരു മൂല്യമായൊരു ബന്ധമാണ് സഹോദര ബന്ധം. എന്നാൽ ആ സഹോദര ബന്ധങ്ങൾക്ക് യാതൊരു വിലയുമില്ലാതെ പകയാണെന്ന് പലപ്പോഴും. ക്ഷമയുടെ അനുഭവങ്ങളില്ലാതെ പക മനുഷ്യന്റെ മനസ്സിൽ വല്ലാതെ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ്. പാലക്കാട് നെന്മാറയിൽ ഉണ്ടായ ഒരു കൊലപാതകം നിങ്ങളേവരും കേട്ടിട്ടുണ്ടാകും. ചെന്താമര എന്നാണ് ആ പ്രതിയുടെ പേര്, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അദ്ദേഹത്തിൻ്റെ കുടുംബം തകരാൻ കാരണമായ ഒരു സ്ത്രീ അദ്ദേഹം കൊന്നു. അങ്ങനെ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് പരോളിൽ വന്ന സമയത്ത് പക കടക്കുകയാണ്. കൊന്നവൻ്റെ ഭർത്താവിനെയും അമ്മയും കൂടെ അങ്ങ് കൊന്നു. ഒരു വീട്ടിൽ കയറി ആ രണ്ടുപേരെയും കൂടെ അങ്ങ് വീണ്ടും വെട്ടിക്കൊന്നു. ഇന്ന് പലപ്പോഴും പക നമ്മുടെ ഈ പ്രതികാരത്തിൻ്റെ അനുഭവത്തിലേക്ക് പോകുന്ന ഒരു കാലഘട്ടമാണ്. സ്നേഹം നിഷേധിക്കപ്പെടുന്നിടത്ത്, പ്രണയം നിഷേധിക്കപ്പെടുന്നിടത്ത് ഇന്ന് പകയുടെ അനുഭവങ്ങളാണല്ലോ. കുറേ കാലം മുമ്പ്, ഇപ്പോൾ വലിയ വാർത്തകളൊന്നും എന്തായാലും ഇല്ല. സ്നേഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ ആസിഡ് ഒഴിക്കുക, പെട്രോൾ ഒഴിച്ച് കത്തിക്കുക. പകയാണ്, വൈരാഗ്യമാണ്. അവിടെയാണ് യോസഫ് കാണിച്ചു തരുന്നത് ക്ഷമയുടെ അനുഭവത്തെ പറ്റി. നമ്മൾ വേദോസ്തവത്തിൽ വായിക്കുന്നുണ്ടല്ലോ, സ്നേഹം ദീർഘമായി ഉണ്ടോ, സ്നേഹം ദീർഘമായി ക്ഷമിക്കുമെന്ന്. യോസഫ് 1-2 വർഷമല്ല കഷ്ടപ്പെട്ടത്. പൊട്ടക്കിണറ്റിലായിരുന്നു, അടിമയായിരുന്നു, കാരാഗൃഹത്തിൽ കടന്ന് ഒത്തിരിയേറെ കഷ്ടപ്പെട്ടു. ആ അവസ്ഥകളെല്ലാം യോസഫിന്റെ ദീർഘക്ഷമയാണ് നമ്മൾ കാണുന്നത്. യോസഫിന്റെ സ്നേഹമാണ്. തൻ്റെ സഹോദരങ്ങളോട് സ്നേഹമുണ്ട്. ആ സ്നേഹമാണ് അവരോട് ക്ഷമിക്കുവാൻ യോസഫിനിടയായത്. ക്രിസ്തുവിൽ നമ്മൾ കാണുന്നതും ഈ ക്ഷമയുടെ അനുഭവങ്ങളാണല്ലോ. ഉപാധികളില്ലാതെ ക്ഷമിക്കുവാനാണല്ലോ കർത്താവ് പറയുന്നത്. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. 1 നാഴിക നടക്കാൻ പറഞ്ഞാൽ 2 നാഴിക അധികമായി നടക്കുക. കർത്താവ് കാൽവറിയിൽ കാണിച്ചു തരുന്നതും ക്ഷമയുടെ അനുഭവങ്ങളാണല്ലോ. ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയാത്തതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ക്രിസ്തുവിൽ കാണുന്നതും ആ ക്ഷമയുടെ അനുഭവങ്ങളാണ്. അങ്ങനെയെങ്കിൽ ക്രിസ്ത്യാനികളായി ജീവിക്കുന്ന നാം ഓരോരുത്തർക്കും എത്രമാത്രം നമ്മുടെ ക്ഷമ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ക്രിസ്തു തന്നെ പറയുന്നൊരു വാക്യമുണ്ട്. മത്തായി ശ്ലീഹയുടെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യം. മത്തായി ശ്ലീഹയുടെ സുവിശേഷം 18-ാം അധ്യായം 35-ാം വാക്യം അയച്ചാട്ടെ. മത്തായി ശ്ലീഹയുടെ സുവിശേഷം 18-ാം അധ്യായം 35-ാം വാക്യം. നിങ്ങൾ സഹോദരനോട് എങ്ങനെ ക്ഷമിക്കണമെന്നാണ്? ഹൃദയം കൊണ്ട് ക്ഷമിക്കണം. എന്താണ് ഹൃദയം കൊണ്ട് ക്ഷമിക്കുക? നമ്മളൊക്കെ ഹൃദയം കൊണ്ട് ക്ഷമിക്കുന്നവരല്ല. നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ട്, തലച്ചോറ് കൊണ്ട് ക്ഷമിക്കുന്നവരാണ്.
അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കിടുമല്ലോ, ഇടാറില്ലായിരിക്കും. നല്ല കാര്യം. ഈ വഴക്ക് കൂടി നല്ല വഴക്കായി കഴിയുമ്പോൾ പറയും, സഹി കെട്ട് കഴിയുമ്പോൾ ആരെങ്കിലും, പ്രത്യേകിച്ച് ഭാര്യമാരായിരിക്കും പറയുന്നത്, പിള്ളേരിയ്ക്കുന്നതുകൊണ്ട് ഞാൻ ഈ അധികം ഒന്നും പറയുന്നില്ല. പിള്ളേരിയ്ക്കുന്നതുകൊണ്ട് ഞാൻ അധികം ഒന്നും പറയുന്നില്ല. അയലത്തുകാരനുമായിട്ട് വഴക്കുണ്ടായി, കുറച്ചൊക്കെ പറഞ്ഞു, പിന്നെ അങ്ങ് നിർത്തി. ഞാനങ്ങ് ക്ഷമിക്കുക, നാളെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അവനേ ഉള്ളൂ ഓടി വരാൻ. പിന്നെ നമ്മൾ പറയും, മുകളിൽ ഒരാൾ ഉള്ളതുകൊണ്ട് ഞാനങ്ങ് എത്ര ആഴമായ ക്ഷമയാണ് നമ്മുടേത്. ഇതാണ് നമ്മുടെ ക്ഷമ. ഹൃദയം കൊണ്ട് ക്ഷമിക്കാതെ തലച്ചോറ് കൊണ്ട് നമ്മൾ ക്ഷമിക്കുന്ന അനുഭവം. ഇതാണ് നമ്മൾ ക്ഷമിക്കുന്ന രീതി. ഒരാൾ കാണുന്നതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഇരിക്കുന്നതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. അവിടെയാണ് കർത്താവ് പറയുന്നത്, ഹൃദയപൂർവ്വം നീ ക്ഷമിക്കണമെന്ന്. നോമ്പിൻ്റെ ദിനങ്ങളിലേക്ക്, വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ പരസ്പരം ക്ഷമ ചോദിക്കുന്നുണ്ടല്ലോ, രമ്യതപ്പെടുന്നുണ്ടല്ലോ അല്ലേ. പലപ്പോഴും ആ ദിവസം പള്ളി വരുത്തില്ല, കാരണം വന്നു കഴിഞ്ഞാൽ കൈസൂരി കൊടുക്കേണ്ടി വരും. പക്ഷെ ഞായറാഴ്ച നമുക്ക് ഈ പ്രശ്നമില്ല. കാരണം നമ്മൾ ഞായറാഴ്ച പള്ളി വരുമ്പോൾ നമുക്ക് പതിച്ചു തന്നതോ നമ്മൾ എഴുതിയെടുത്തതോ ആയ നമ്മുടേതായ ഒരു സ്ഥലം എവിടെയുണ്ട്? പള്ളിയിലുണ്ട്. അത് പുറകിലാകാം, മുമ്പിലാകാം. ഇപ്പം നമ്മൾ ഞായറാഴ്ച പള്ളി നേരത്തെ വന്നാൽ വലിയ ആളില്ലല്ലോ എന്നും പറഞ്ഞ് നമ്മൾ മുമ്പിൽ വന്ന് നിൽക്കുമോ? എവിടെ നിൽക്കുന്നത്? നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് നമ്മുടെ ഒരു പോയിന്റിലായിരിക്കും നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പം നമുക്കറിയാം നമ്മുടെ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്നത് ആരാണെന്ന്. അപ്പോൾ പിന്നെ സമാധാനം മേടിച്ചാൽ കൊടുക്കേണ്ടത് അവർക്ക് മാത്രമേ ഉള്ളല്ലോ. പിണക്കമുള്ളതും വൈരാഗ്യമുള്ളതും ഒക്കെ വേറൊരിടത്താണല്ലോ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ വന്ന് നിൽക്കുമ്പോൾ നമുക്കറിയാം എൻ്റെ ഇപ്പുറത്തെ ആരാ, ഇപ്പുറത്തെ ആരാ, ഇനി കൂടി വന്നാൽ മുമ്പിലും ഒരാൾ. അപ്പോൾ അത് കുഴപ്പമില്ലാത്ത ഏരിയ. അപ്പം നമുക്ക് സമാധാനം കൊടുക്കുന്നൊരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ഈ നോമ്പിൽ ബുക്കോനെന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? കൊടുക്കാതെ ഇറങ്ങി പോകാൻ പറ്റത്തില്ല. വന്നിട്ട് കൊടുക്കാതെ പോയാലും വിഷയമാണ്. മനുഷ്യൻ വല്ലതും പറയും. ഇനി ശുശ്രൂഷയെ സംബന്ധിച്ചിട്ട് ചൂക്കോനെ ആകുമ്പോഴും ഇറങ്ങിപ്പോയാലും വിഷയമാണ്. അപ്പോൾ പിന്നെ നല്ലതെന്താ? ആ ക്ഷമയായിട്ട് എവിടെ ഇരുന്നാൽ മതി? വീട്ടിൽ ഇരുന്നാൽ മതി. പ്രിയമുള്ളവരെ, നോമ്പിലെ നമസ്കാരങ്ങളിൽ, വലിയ നോമ്പിലെ നമസ്കാരങ്ങൾ പറയുന്നുണ്ട്, നീക്കുക നിന്നുള്ളിലെ ദുഷ്ടം പകയും, കർത്തൃസ്നേഹം നിന്നിൽ വാഴട്ടെ എന്നും. നിന്റെ ഉള്ളിലെ പകയും ദുഷ്ടതയും ഒക്കെ നീ നീക്കിക്കളയുക. ഇവിടെ യോസഫ് നമുക്ക് നല്ലൊരു മാതൃകയാണ്. ഉപാധികളില്ലാതെ ക്ഷമിക്കുന്ന യോസഫ്. പഴയ നിയമത്തിൽ യാക്കോബും ഏശാവും തമ്മിലുള്ള സഹോദര വൈര്യം കാണുന്നുണ്ട്. അവിടെ യാക്കോബ് തൻ്റെ സഹോദരൻ്റെ അടുക്കിലേക്ക് പോകുമ്പോൾ ഒത്തിരി സമ്മാനങ്ങളുമായിട്ടാണ് പോകുന്നത്. എന്തിനാ? അവനോട് ചെയ്തത് എന്താണെന്ന് ഇവനറിയാം. അതുകൊണ്ട് ഇവനെ എങ്ങനെയും പ്രീതിപ്പെടുത്തണമെന്ന് പറഞ്ഞ് ഒത്തിരി കാര്യങ്ങളുമായിട്ടാണ് പോകുന്നത്. പക്ഷേ അവിടെ ആ സ്നേഹബന്ധം നമ്മൾ കാണുന്നുണ്ട്. അവർ പരസ്പരം ആലിംഗനം ചെയ്യുന്നുണ്ട്. അവിടെ സ്നേഹം, അല്ലെങ്കിൽ അവിടെ പകയുടെ അനുഭവമല്ല, ക്ഷമയുടെ അനുഭവമാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതും ഈ ക്ഷമയുടെ അനുഭവമാണ്. ഒരിക്കലും ഒരു സൂഫി ഗുരുവിൻ്റെ അടുക്കൽ വന്ന ഒരു മനുഷ്യൻ ചോദിച്ചു, എന്താണ് ക്ഷമയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ പൂവിനെ ഞെരിച്ചമർത്തുമ്പോൾ അത് പുറപ്പെടുവിക്കുന്ന സുഗന്ധമാണ് ക്ഷമയെന്നത്. പൂവിനെ ഞെരിഞ്ഞമർത്തുമ്പോൾ, അല്ലെങ്കിൽ ഞെരുക്കി അമർത്തുമ്പോൾ അത് നൽകുന്ന സുഗന്ധമാണ് ക്ഷമ. അല്ലേ? ഒരു റോസാപ്പൂവിനെ എടുത്തൊന്ന് കയ്യിൽ വെച്ച്, അല്ലെങ്കിൽ ഒരു ചെറിയ മുല്ലപ്പൂവിനെ എടുത്ത് കയ്യിലൊന്ന് ഞെരടിയാൽ എന്താ അതിൽ നിന്ന് ലഭിക്കുന്നത്? നല്ല വാസനയാണ്. അപ്പോൾ അത്രത്തോളം ജീവിതത്തിൽ ചില പകയും പ്രയാസങ്ങളും ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ക്ഷമിക്കാൻ സാധിക്കുമോ? നമുക്ക് കഴിയാത്തതും അതാണ്. നമ്മൾ ക്ഷമിച്ചിട്ടുണ്ടെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാലും കാണുമ്പോൾ നമുക്കൊരു പ്രയാസമാണ്. പിന്നെയും അവരെയൊക്കെ കാണുമ്പോൾ. അവിടെയാണ് യോസഫ് നമുക്കൊരു മാതൃകയായിത്തീരുന്നത്. സ്നേഹത്തിലൂടെ ക്ഷമിക്കുന്ന യോസഫ്, തൻ്റെ സഹോദരങ്ങളോട് പ്രതികാരം ചെയ്യാതെ പകയ്ക്ക് പകരമായി ക്ഷമ നൽകുന്ന യോസഫ്. ജോസഫിൻ്റെ ജീവിതത്തിലെ ഒന്നാമത്തെ ഒരു സഹോദര ബന്ധങ്ങളെ ചേർത്ത് നിർത്തുന്ന ഒന്നാമത്തെ ഘടകം അവരോട് ക്ഷമിക്കുവാനുള്ള അവൻ്റെ ആഴമായ മനസ്സാണ്. നമ്മളൊക്കെ ഒരു തെറ്റിന് ജീവിതം മുഴുവനും ഓരോരുത്തരെ മാറ്റി നിർത്താറില്ലേ? എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ പലരെയുമൊക്കെ നമ്മൾ മാറ്റി നിർത്താറില്ലേ? പലരോട് സംസാരിക്കാതിരുന്നിട്ടില്ലേ?
ആ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ അതിന് ശ്രമിച്ചിട്ടുണ്ടോ? നമ്മൾ പിന്നെ ആ തെറ്റിദ്ധാരണകളുമായി ഒന്നുകിൽ നമുക്കാകാം, മറ്റുള്ളവർക്കാകാം. ആ തെറ്റിദ്ധാരണകളുമായി, പകയായി, വിദ്വേഷമായി നമ്മളിങ്ങനെ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവ മക്കളായി, ക്രിസ്ത്യാനികളായി, ദൈവത്തെ പിൻപറ്റുന്നവരായി ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ ക്ഷമ നമ്മളിലും ഉണ്ടാകട്ടെ. യോസഫിൻ്റെ ക്ഷമ, സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. വീണ്ടും യോസഫിൻ്റെ ജീവിതത്തിൽ ഈ സഹോദരങ്ങളോടുള്ള യോസഫിൻ്റെ പ്രതികരണത്തിൽ മറ്റൊരു പ്രത്യേകത കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 45-ാം അധ്യായത്തിന് തന്നെ നമ്മൾ വായിച്ചതിൻ്റെ 5-ാം വാക്യത്തിന് അതിൻ്റെ അടുത്ത വാക്യം എന്നോട് ചേർത്ത് തന്നെ, നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട, ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പായി അയച്ചതാകുന്നു. ദേശത്ത് ക്ഷാമം ഉണ്ടായിട്ട് ഇപ്പോൾ 2 സംവത്സരമായി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നെ അയച്ചത് ആരാണ്? ദൈവമാണ്. എന്തിന്? ജീവരക്ഷയ്ക്കായിട്ട് ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പായി അയച്ചതാണ്. എല്ലാത്തിലും ദൈവത്തെ, അല്ലെങ്കിൽ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളിലും നന്മ ദർശിക്കുവാനുള്ള യോസഫിന്റെ ഒരു മനസ്സോടെ കാണാനായിട്ട് സാധിക്കും. സഹനങ്ങളിൽ ദൈവാശ്രയം അത് ദർശിക്കുന്ന യോസഫിനെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. എല്ലാത്തിലും നന്മ കാണുന്ന ഒരു യോസഫ്, എല്ലാത്തിലും നന്മ കാണുന്ന ഒരു യോസഫ്. അവൻ പറയുന്നത്, ഞാനിവിടെ വന്നത് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. അവിടെ പറയുന്ന വാക്യം എന്ന് പറഞ്ഞത്, അവിടെ യോസഫ് അവരോട് പറയുന്നത്, നിങ്ങൾ എന്നെ വിറ്റതെന്നല്ല, നിങ്ങൾക്ക് മുമ്പായി ദൈവം എന്നെ അയച്ചു എന്നാ പറയുന്നത്. നിങ്ങൾ എന്നെ വിറ്റ് കളഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ മിസ്രൈമിലായിരിക്കുന്നുവെന്നല്ല, ദൈവം നമ്മുടെ രക്ഷയ്ക്കായി, നിങ്ങളുടെ രക്ഷയ്ക്കായി എന്നെ നിങ്ങൾക്ക് മുമ്പായി ഇവിടെ അയച്ചതാണ്. അത് താഴോട്ട് വായിക്കുമ്പോൾ ആ വാക്യം യോസഫ് ആവർത്തിക്കുന്നുണ്ട്. 7-ാം വാക്യം ഒന്ന് വായിച്ചോട്ടെ, 7-ഉം 8-ഉം വാക്യം. മതി. വീണ്ടും യോസഫ് ആവർത്തിക്കുന്ന ഒരു പദമാണ്, എന്നെ അയച്ചതാണെന്ന്. തന്നെ ഈ സഹോദരങ്ങൾ വിറ്റുകളഞ്ഞതാണെന്നോ, ഇവർ തന്നോട് ക്രൂരമായ പ്രതികാരം ചെയ്തുകൊണ്ടോ ഒന്നുമല്ല ഞാൻ ഇന്നിവിടെ ആയിരിക്കുന്നത്. ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. എൻ്റെ ജീവിതത്തിലെ കഷ്ടതകൾ ദൈവ നന്മയ്ക്കായിട്ടാണെന്ന് യോസഫിന്റെ വാക്കുകളാണത്. ഈ അയക്കപ്പെടുക എന്നത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലൻ എന്നൊരു പദമുണ്ട്. അയക്കപ്പെടുക. ഗബ്രിയേൽ മാലാഖ സക്കറിയ പുരോഹിതനോട് പറയുന്നുണ്ട്, ഞാൻ ദൈവത്തിൽ നിന്ന് അയക്കപ്പെട്ട ദൂതനാകുന്നു, ഗബ്രിയേലാകുന്നു. നിന്നോട് സംസാരിപ്പാനും ഈ സദ്വർത്തമാനം നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്നാ പറയുന്നത്. ഇവിടെ യോസഫ് പറയുന്നത്, ദൈവം എന്നെ അയച്ചതാണ്. ഈ കഷ്ടപ്പാടുകൾ മധ്യത്തിലേക്ക് ദൈവം എന്നെ അയച്ചതാണ്. നമ്മളൊക്കെ പറയും, അല്ലെ നമ്മുടെ കുഞ്ഞുങ്ങൾ പറയും, ഈ വീട്ടിൽ തന്നെ വന്ന്, സ്ത്രീകൾ പറയും, എത്രയോ ആലോചന ഉണ്ടായിരുന്നു, ഈ വീട്ടിൽ തന്നെ വന്ന് കയറിയല്ലോ. പക്ഷേ അത് അയക്കപ്പെട്ട് വന്നതാണ്. നമ്മൾ എവിടെയായിരിക്കുന്നു, ഏത് സാഹചര്യങ്ങളായിരിക്കുന്നോ, ആ ജീവിതത്തിൽ സുഖങ്ങളും ദുഃഖങ്ങളും കഷ്ടതകളും ഒക്കെ ഉണ്ടെങ്കിലും അവിടെ ദൈവം നമ്മളെ അയക്കപ്പെട്ട് നമ്മൾ വന്നവരാണ്. ഇവിടെ യോസഫ് പറയുകയാണ്, ഞാൻ അയക്കപ്പെട്ട് വന്നതാണ്. കുറ്റം പറയുകയല്ല, ദൈവത്തോട് പരിതപിക്കുകയല്ല, യാതൊരു പരാതിയും യോസഫ് പറയുന്നില്ല. താൻ അയക്കപ്പെട്ട് വന്നതാണെന്നാണ് പറയുന്നത്. ഒരു പരാതിയോ പരിഭവമോ ഇല്ലാതെ ഉള്ള യോസഫിന്റെ വാക്കുകളാണ്. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഇടറിപ്പോകുന്നത് ഇങ്ങനെയുള്ള കഷ്ടതകളും വേദനകളും ഒക്കെ വരുമ്പോഴാണ്. എനിക്ക് മാത്രം എന്താണ് ഈ ഒരു അവസ്ഥ? എൻ്റെ ജീവിതത്തിന് മാത്രം എന്താണ് ഈ ഒരു സങ്കടങ്ങൾ? അല്ലെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ, കുടുംബങ്ങളിലൊക്കെ തുടരെ എന്തെല്ലാം പ്രയാസങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാകും. അവിടെയൊക്കെ നമ്മൾ ഒരു നിമിഷമെങ്കിലും ചിന്തിക്കുമല്ലോ, എൻ്റെ ജീവിതത്തിൽ ദൈവത്തെ അറിയുന്ന, അല്ല ദേവാലയവുമായി ചേർന്ന് നിൽക്കുന്ന എൻ്റെ ജീവിതത്തിൽ ആണല്ലോ ഈ സങ്കടങ്ങളും വേദനകളും ഒക്കെ. പൗലോസ്ലീഹ പറയുന്ന പോലെ കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ യോസഫ് പരാതിയും പരിഭവവും ഒന്നുമില്ല. തൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ കഷ്ടതകൾ അത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു.
തൻ്റെ ജീവിതത്തിലെ നന്മയ്ക്കായി ദൈവം ആക്കി തീർക്കുന്നു ഒരു വാക്കാണ് യോസേഫിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. യോബ് തൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രയാസങ്ങളും കഷ്ടതകളും ഒക്കെ വരുന്നുണ്ട്. അവിടെ ദൈവത്തെ മുറുകെ പിടിച്ച് യോബ് നിൽക്കുന്നുണ്ട്. ഇവനിങ്ങനെ ദൈവത്തെ മുറുകെ പിടിച്ച് നിൽക്കുമ്പോൾ യോബിൻ്റെ ഭാര്യ ചെന്ന് യോബിനോട് പറയുന്നുണ്ട്, നിനക്ക് വേറെ പണിയൊന്നുമില്ല, ദൈവത്തെ ത്യജിച്ച് പറഞ്ഞു പോയി മരിച്ചു കളയെന്ന് പറയുമ്പോൾ യോബ് പറയുന്നുണ്ട്, നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മ കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൂടെ അല്ലേ. സുഖങ്ങൾ മാത്രമല്ലല്ലോ ഈ ലോക ജീവിതം. അപ്രതീക്ഷിതമായ ചില കഷ്ടതകളും ചില പ്രയാസങ്ങളും തകർന്നു പോകുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആ അനുഭവങ്ങളിൽ കുരിശിലേക്ക് നോക്കുവാൻ നമുക്കിടയാകണം. കാരണം കുരിശിനോളം അപമാനിക്കപ്പെട്ടത് വേറൊന്നുമില്ല, കുരിശിനോളം മഹത്വീകരിക്കപ്പെട്ടതും വേറൊന്നുമില്ല. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തല താഴ്ത്തി വേദനപ്പെട്ട് നൊമ്പരപ്പെട്ട് പ്രയാസപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ കുരിശിനെ നോക്കുക. കാരണം കുരിശ് മഹത്വത്തിൻ്റെ രക്ഷയുടെയും അടയാളമാണ്. അത് അപമാനത്തിൻ്റെ ചിഹ്നമായിരുന്നു, എന്നാൽ അത് വിജയത്തിൻ്റെയും മഹത്വത്തിൻ്റെയും അടയാളമായി മാറ്റപ്പെടുന്നുണ്ട്. പരിശുദ്ധനായ പത്രോസ്ലീഹ പൊതുവിന് 1 ലേഖനം 4 അധ്യായം അതിൻ്റെ 1 വാക്യത്തിലും പത്രോസ്ലീഹായും ഈ കഷ്ടതകളുടെ അനുഭവങ്ങളെ പറ്റിയൊക്കെ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. 1 പത്രോസ് 4 അധ്യായം അതിൻ്റെ 1 വാക്യത്തിൽ ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളിലും ആ ഭാവം തന്നെ ആയിരിപ്പീൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിൽ നമ്മുടെ കഷ്ടാനുഭവങ്ങൾ, നമ്മുടെ കഷ്ടതകൾ അത് ദൈവത്തിൻ്റെ നന്മയുടെ പദ്ധതിയാണെന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പലപ്പോഴും എന്തെങ്കിലുമൊക്കെ രോഗമോ പ്രയാസമോ ഒക്കെ വരുമ്പോൾ നമ്മൾക്ക് വീണു പോകുന്നവരല്ലേ, ഇടറിപ്പോകുന്നവരല്ലേ. അവിടെ മുറുകെ പിടിച്ച് ദൈവത്തെ ജീവിപ്പാൻ നമുക്കിടയാകണം. എൻ്റെ വ്യക്തിപരമായൊരു സാക്ഷ്യം കൂടെ ഞാൻ എന്നോട് ചേർത്ത് പറയാം. 2020 മുതൽ എനിക്ക് എൻ്റെ ശബ്ദത്തിന് ശാരീരികമായൊരു പ്രയാസമുണ്ടായി. 2020 മുതൽ പലതരത്തിലുള്ള ചികിത്സകളുമൊക്കെ ഞാൻ ചെയ്തു. ഞാൻ വൈദികനായ 2018 2020 ആയപ്പോഴേക്കും എൻ്റെ ശബ്ദത്തിന് വലിയൊരു പ്രയാസമുണ്ടായി. അത് സർജറി ഒന്നും ചെയ്താൽ അത് നടക്കുന്ന കാര്യമൊന്നുമല്ല. പലതരത്തിലുള്ള മരുന്നുകളും പല ചികിത്സകളും പലയിടത്തും പോയി. ശബ്ദം എടുക്കുമ്പോഴുള്ള പ്രയാസം, കുർബാന ആരാധന അർപ്പിക്കുമ്പോഴുള്ള പ്രയാസം, അങ്ങനെ ഒത്തിരിയേറെ പ്രയാസങ്ങളുണ്ടായി. അങ്ങനെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഒത്തിരിയേറെ നിരാശയുണ്ടായിരുന്നു, ഒത്തിരിയേറെ സങ്കടങ്ങളുണ്ടായിരുന്നു. എന്നാൽ തുടരെ ആ സങ്കടങ്ങളെ അതിജീവിക്കാൻ ദൈവം ആത്മബലം നൽകി. അവിടെയാണ് കഷ്ടതകൾ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് തിരിച്ചറിയാനായിട്ട് സാധിച്ചത്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വേദനകൾ വന്നില്ല എങ്കിൽ നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നൊമ്പരം ഉണ്ടാവില്ലേ? എന്തെങ്കിലും തരത്തിൽ ഒരു ശാരീരികമായോ മാനസികമായ വേദനകളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ആരും തന്നെയില്ല. അതൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ കുറച്ചെങ്കിലും ദൈവത്തെ ഭയപ്പെട്ട് അല്ലെങ്കിൽ ദൈവത്തെ അറിയാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ആ സങ്കടങ്ങളുടെ അനുഭവങ്ങൾ, അങ്ങനെ ഞാൻ പലതരത്തിലുള്ള മരുന്നുകളും ചികിത്സകളും ഒക്കെ നടത്തി. ഇപ്പൊ 2026 ദൈവം ഈ തരങ്ങളിൽ വരെ നടത്തുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിൽ നമ്മുടെ കഷ്ടതകൾ വരുമ്പോൾ അതിനെ പരിഹരിക്കാൻ ദൈവത്തിന് സാധിക്കും. നമ്മളെ വിളിച്ച് തമ്പുരാൻ വഞ്ചിയിൽ കേട്ടിട്ടുണ്ടെങ്കിൽ കാറ്റും കോളും തിരമാലുകളും ഒക്കെ അടിച്ചാലും ആ വഞ്ചി മറുകരയിൽ തമ്പുരാൻ കൊണ്ട് ചെന്നെത്തിക്കും. 1 കൊരിന്ത്യർ 10 അധ്യായം അതിന്റെ 13 വാക്യം, 1 കൊരിന്ത്യർ 10 അധ്യായം അതിന്റെ 13 വാക്യം, 10 അധ്യായം 13 വാക്യം. മനുഷ്യർക്ക് നേരിടാത്ത പരീക്ഷ, നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വാസം നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയുടെ കൂടെ പോക്കുവഴി ഉണ്ടാകും. ജീവിതത്തിൽ തടസ്സമുണ്ടാകും, പ്രതിസന്ധി ഉണ്ടാകും. നാളെ എന്താണെന്ന്, അടുത്ത നിമിഷം എന്താണെന്ന് നമ്മൾ ആകുലതപ്പെട്ട് ഭാരപ്പെട്ട് നിൽക്കുന്ന അവസ്ഥകൾ ഉണ്ടാകും. പക്ഷേ ആ പരീക്ഷയ്ക്കൊരു പോക്കുവഴി തമ്പുരാൻ ഉണ്ടാക്കും.
അതുണ്ടാക്കണമെങ്കിൽ യോസഫിനെ പോലെ വിശ്വാസവും വിശ്വസ്തതയും ഉണ്ടാകണം. യോസഫിനെ പോലെ വിശ്വാസവും വിശ്വസ്തതയും ഉണ്ടാകണം ദൈവത്തിൽ. അതുകൊണ്ടാണ് യോസഫിനെ പറ്റി പറയുന്നത്, ദൈവം കൂടെ ഇരുന്ന് നടത്തിയവനാണ് ആര്? ഇല്ല, വേദപുസ്തകത്തിൽ യോസഫിനെ പറ്റി പറയുന്നിടത്തൊക്കെ പറയുന്നുണ്ട്, ദൈവം അവൻ്റെ കൂടെ, യഹോവ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ യഹോവ കൂടെ ഇരുന്ന് വഴി നടത്തിയവനാണ് ആര്? യോസഫ്. കാരണം അവന് വിശ്വാസവും വിശ്വസ്തതയുമുണ്ട്. നമ്മൾ ഈ ദിവസങ്ങൾ ഈ ദേവാലയം പെരുന്നാളിൻ്റെ ദിനങ്ങളിലേക്കാണല്ലോ, ഇന്നും നാളെയുമായി പെരുന്നാൾ ആചരിക്കുകയാണല്ലോ. ദൈവത്തിലുള്ള വിശ്വാസവും വിശ്വസ്തതയും മുറുകെ പിടിച്ച് രക്തസാക്ഷികളായവരാണ് മർത്ത യൂലിത്തിയും കുര്യാക്കോസ് സഹദായും ഒക്കെ. ആ വിശ്വാസവും വിശ്വസ്തതയും ഉള്ളതുകൊണ്ടാണ് തങ്ങളുടെ ജീവനല്ല, ക്രിസ്തുവാണ് വലുതെന്ന് തിരിച്ചറിഞ്ഞ് തങ്ങളുടെ ജീവനെ ത്യജിക്കുവാൻ അവർക്കിടയായി തീർന്നത്. നമ്മൾ പെരുന്നാളുകളൊക്കെ ആചരിക്കുമ്പോൾ എത്രമാത്രം ദൈവത്തോടെ നമുക്ക് വിശ്വാസം ഉണ്ട് എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. ഇവിടെ യോസഫ് പറയുകയാണ്, എന്നെ നിങ്ങൾ വിറ്റതല്ല, ഞാൻ അയക്കപ്പെട്ട് വന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്, നമുക്ക് വേണ്ടിയാണ്, ജീവരക്ഷയ്ക്കായിട്ട്. ഞാൻ ഇന്നിവിടെ ഉള്ളത് കൊണ്ടാണ് ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങളെ സംരക്ഷിക്കുവാനായിട്ടാണ് എന്നെ ഇവിടെ ആക്കി വെച്ചതെന്നുള്ള ഒരു ചിന്തയാണ് യോസഫിനുണ്ടാകുന്നത്. ഈ കാലഘട്ടമൊക്കെ പ്രത്യേകിച്ച് പരിശുദ്ധ പരിമളത്തിനുമേയുടെ ഒരു വാക്കുണ്ട്, നിങ്ങളുടെ നിമിത്തം ആരും വ്യസനിപ്പാൻ ഇടവരരുത്. നിങ്ങളുടെ നിമിത്തം ആരും വ്യസനിപ്പാൻ ഇടവരരുത്. സഹോദരങ്ങളെ ചേർത്ത് പിടിക്കുന്ന യോസഫിനെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേരിൽ രാഷ്ട്രീയപരമായും ഒക്കെ ധാരാളം വേർതിരിവുകൾ, ഈ സഹോദര ബന്ധങ്ങൾ അല്ലെങ്കിൽ ബന്ധങ്ങളൊക്കെ പലതരത്തിൽ നമ്മുടെ മതത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും ഒക്കെ പേരിൽ ഇന്ന് വേർതിരിക്കപ്പെടുമ്പോൾ നമ്മുടെ യോസഫ് നമുക്കൊരു മാതൃകയാണ്. എങ്ങനെ ദൈവത്തെ ചേർത്ത് പിടിക്കാം, ദൈവത്തോടെങ്ങനെ ചേർന്ന് ജീവിക്കാൻ നമുക്ക് സാധിക്കും. എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം, എന്നെ നിങ്ങൾ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കുകയും വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പായി അയച്ചതാണ്. നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ഒരു ഉത്തമ മാതൃകയാണ് യോസഫ്. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇത്രത്തോളം ആഴമായി ക്ഷമിക്കുവാനും സഹോദരങ്ങളെ ചേർത്ത് പിടിക്കുവാനും സാധിക്കുന്നത്? തൻ്റെ നഷ്ടപ്പെട്ടു പോയ സഹോദര ബന്ധം യോസഫ് ചേർത്ത് പിടിക്കുന്നുണ്ട്. ഇവന് ഒത്തിരി സ്നേഹം ഈ സഹോദരങ്ങളോടുണ്ട്. ഈ 37 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ അധ്യായം നോക്കുമ്പോൾ യോസഫ് കരയുന്നതായിട്ട് പറയുന്നുണ്ട്. യോസഫ് 7 പ്രാവശ്യം കരഞ്ഞതായിട്ടാണ് രേഖപ്പെടുത്തുന്നത്. എത്ര പ്രാവശ്യമാണ്? 7 പ്രാവശ്യം യോസഫ് കരയുന്നുണ്ട്. ഞാൻ ആ വാക്യങ്ങളൊന്ന് പറയാം, നിങ്ങളത് പിന്നീട് വായിച്ചാൽ മതിയാവും. യോസഫ് 7 പ്രാവശ്യം കരഞ്ഞതായിട്ട് വേദപുസ്തകം ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. തൻ്റെ സഹോദരങ്ങളോടുള്ള സ്നേഹം, സഹോദരങ്ങളുടെ ആ ബന്ധം കാണുമ്പോൾ, അവരുടെ സംസാരം കാണുമ്പോൾ യോസഫിന് അവരോട് താല്പര്യത്തിൽ യോസഫ് അപ്പൻ്റെ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ കരയുന്നുണ്ട്. 42-ാം അധ്യായം 24-ാം വാക്യത്തിൽ യോസഫിൻ്റെ കരച്ചിൽ നമ്മൾ കാണുന്നുണ്ട്. 42-ന്റെ 24-ാം വാക്യം. വീണ്ടും 43-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യം. പിന്നീട് 45-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യവും 45-ാം അധ്യായത്തിൻ്റെ 14-16-ാം വാക്യവും. വീണ്ടും 46-ന്റെ 29-ാം വാക്യം. ഇനി ഒരു വാക്യം കൂടെ, ആ വാക്യം നമുക്ക് വായിക്കാം. അങ്ങനെ യോസഫ് തൻ്റെ സഹോദരങ്ങളോടുള്ള സ്നേഹത്തിലാണ് കരയുന്നത്. അത്രത്തോളം തൻ്റെ സഹോദരങ്ങളെ യോസഫ് സ്നേഹിച്ചിരുന്നു. ആ സ്നേഹമുള്ളത് കൊണ്ടാണ് താൻ കുഴിയിൽ വീണത് അത് ഈ കൊട്ടാരത്തിലെത്താനാണെന്നുള്ള ചിന്തയാണ് യോസഫിനുണ്ടാകുന്നത്. തൻ്റെ ജീവിതത്തിൽ കഷ്ടതകൾ ഉണ്ടായത് തൻ്റെ കുടുംബത്തിന് നന്മയ്ക്കായിട്ടായി തീരാനാണെന്ന് യോസഫ് തിരിച്ചറിയുന്നുണ്ട്. ഇവിടെ 45-ാം അധ്യായത്തിൽ യോസഫ് തന്നെ വെളിപ്പെടുത്തുകയാണല്ലോ. അത് പറഞ്ഞു കഴിയുമ്പോൾ ഇവരെല്ലാം കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അങ്ങനെ കരഞ്ഞിട്ട് ഇവർ ആരെ കൊണ്ടുവരുന്നുണ്ട്? അപ്പനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പനെ കൊണ്ടുവരുമ്പോൾ അപ്പനെ കാണുമ്പോൾ യോസഫ് കരയുന്നുണ്ട്. അങ്ങനെ അപ്പനും മക്കളും എല്ലാവരും അവിടെ ജീവിക്കുക. ഇവരെല്ലാം അവിടെ ജീവിച്ച് യോസഫ് അവരെ സംരക്ഷിക്കുന്നുണ്ട്. 50-ാം അധ്യായം എടുത്താട്ടെ. 50-ാം അധ്യായത്തിൽ അപ്പോഴും ഈ സഹോദരങ്ങൾക്ക് ഇവനോടുള്ള പേടിയും മാറിയിട്ടില്ല, ഇവനെ അപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. ഇത്രയൊക്കെ സഹോദരങ്ങളോട് സ്നേഹത്തോടെ ഇടപെട്ട് സംസാരിക്കുകയും അവരെ കരുതുകയും ചെയ്തപ്പോഴും ഇവരുടെ അപ്പം മരിച്ചുപോയി, യാക്കോബ് മരിച്ചുപോയി.
യാക്കോബ് മരിച്ചു പോയപ്പോഴേക്ക് ഈ സഹോദരങ്ങൾക്ക് പേടിയുണ്ടായി. അപ്പനില്ലാത്തപ്പൻ ഇവൻ നമ്മളെ വല്ലതും ചെയ്തു കളയുമോ എന്നുള്ളൊരു പേടി ഇവർക്കുണ്ടായിരുന്നു. 50-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. പതിനഞ്ചാം വാക്യം. അപ്പൻ മരിച്ചുപോയി എന്ന് അവിടെ തൊട്ട് ഇവന്മാർ പറയാണ്, ഇവിടെ അപ്പൻ മരിച്ചുപോയി, അപ്പനുള്ളത് കൊണ്ടായിരിക്കും അവൻ ഇതുവരെ അപ്പനെ ഇവിടെ കൊണ്ടുവരാനും അപ്പനെ നോക്കാനും ഉള്ളത് കൊണ്ടായിരിക്കും ഇവൻ നമ്മളെ ഒന്നും ചെയ്യാഞ്ഞത്. ഇനി അപ്പനൊന്നും ഇല്ലല്ലോ, ഇനി ഇവൻ ബെന്യാമിനെ മാത്രം ചേർത്ത് വെച്ചിട്ട് നമ്മളെ ഇനി എന്തെങ്കിലും ചെയ്തു കളയുമോ എന്നുള്ളൊരു പേടി ഇവന്മാർക്ക് ഇപ്പോഴും ഇവനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. കാരണം അത്രത്തോളം ഇവനെ വെറുത്തതും ഇവനോട് അത്രത്തോളം ക്രൂരത ചെയ്തവരുമാണ്. അപ്പോൾ അങ്ങനെ ചെയ്തവനോട് യോസഫിന് എപ്പോൾ വേണമെങ്കിലും പ്രതികാരം ചെയ്യാനുള്ളൊരു മനസ്സുണ്ടെന്നാണ് ഇവർ ചിന്തിക്കുന്നത്. അപ്പോൾ ഇവർ പറയുകയാണ്, അപ്പം മരിച്ചുപോയി, ഇനി ഏത് നിമിഷം വേണമെങ്കിലും പണി കിട്ടും, ഏത് നിമിഷം വേണമെങ്കിലും യോസഫ് നമ്മളെ എന്തും ചെയ്യാം. അതുകൊണ്ട് യോസഫിനടുക്കൽ ആളെ അയച്ചു പറഞ്ഞു. അതിനുശേഷമാണ് 17-ാം വാക്യം. ആകയാൽ അപ്പൻ്റെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ ക്ഷമിക്കണമെന്ന് പറയിച്ച് അവർ യോസഫിനോട് സംസാരിക്കുമ്പോൾ അവൻ കരഞ്ഞു. യോസഫ് വീണ്ടും കരയുന്നുണ്ട്. അവൻ്റെ സഹോദരന്മാർ ചെന്ന് അവൻ്റെ മുമ്പാകെ വീണു. ഇതാ ഞങ്ങൾ നിനക്ക് അടിമകൾ എന്ന് പറഞ്ഞു. യോസഫ് അവരോട്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഇരിക്കുന്നുവോ? നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു. ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. നേരത്തെ നമ്മൾ ചിന്തിച്ചതുപോലെയുള്ള യോസഫിൻ്റെ അതേ വാക്കുകൾ. നിങ്ങൾ യാതൊരു കാരണത്താലും പേടിക്കേണ്ട കാര്യമില്ല. എൻ്റെ ജീവിതത്തിലൊരു കഷ്ടതയുണ്ടായി, എൻ്റെ ജീവിതത്തിൽ ചില സഹനങ്ങളുണ്ടായി, പക്ഷേ യോസഫ് പറയുകയാണ്, ദൈവം അത് നന്മയ്ക്കായി വേർതിരിച്ചുവെന്ന്. യോസഫിന്റെ വാക്കുകൾ വ്യക്തമായി പറയുന്നുണ്ട്. ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യോസഫ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് കഷ്ടതകൾ ദൈവ പദ്ധതിയുടെ പൂർത്തീകരണമാണ്. അത് നന്മയ്ക്കായിട്ട് ദൈവമാക്കി തീർക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല കഷ്ടതകളും വന്നിട്ടുണ്ടെങ്കിലും അത് ദൈവം ഒരു നാൾ ഒരു നന്മയ്ക്കായി ഇത് മാറ്റിവെക്കുമെന്നുള്ള ബോധ്യമുണ്ടാകണം. പലപ്പോഴും കഷ്ടതകളും വേദനകളും വരുമ്പോൾ നമുക്ക് പ്രയാസമാണ് അല്ലെ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും പ്രയാസം വരും, നമുക്ക് ഇഷ്ടമാണോ? അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു വേദന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ നമുക്ക് ഇഷ്ടമാണോ? അല്ലേ? സ്ത്രീകളൊക്കെ അടുക്കളയിൽ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവരാ, പിച്ചാത്തി കൊണ്ടൊക്കെ ഉപയോഗം നടത്തുന്നവരാ. നിങ്ങൾ അങ്ങനെ ഇരിക്കുമ്പം ഇരിക്കട്ടെ, ഒരു മുറിവെന്ന് പറഞ്ഞ് കയ്യെ ഒരു മുറിവുണ്ടാക്കുമോ? ഒരാപത്തുണ്ടാക്കുമോ? ഇല്ല. ഇനി എങ്ങാനും ഒന്ന് വരഞ്ഞു പോയാൽ അത് കണ്ടത് കുഴപ്പമില്ലെന്ന് അറിയുന്നിടം വരെ പിന്നെ സമാധാനമില്ല അല്ലേ? നമ്മളിങ്ങനെ എന്തെങ്കിലും അരിഞ്ഞൊന്ന് മുറിഞ്ഞു കഴിഞ്ഞാൽ പേടിയാ, നോക്കി കഴിയുമ്പോൾ കുഴപ്പമില്ലെന്ന് അറിഞ്ഞാൽ പ്രയാസമില്ല. അപ്പോൾ നമ്മൾ മനഃപൂർവ്വമായി നമ്മൾ വേദനകൾ നമ്മൾ അധികം ആരും ഉണ്ടാക്കത്തില്ല, പക്ഷെ അങ്ങനെ ഉണ്ടാക്കുന്നവരുമുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ പ്രതിസന്ധികൾ നമ്മൾ ആരും വരണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല, പക്ഷേ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകും, തടസ്സങ്ങൾ ഉണ്ടാകും. പക്ഷേ ആ തടസ്സങ്ങളെ മറികടക്കാൻ സാധിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നമുക്ക് ചിന്തയുണ്ടാകണം. മാറായിലെത്തിയപ്പോൾ കുടിക്കാൻ കിട്ടിയ വെള്ളം കയ്പായിരുന്നു, പക്ഷേ ആ വെള്ളം മധുരമായി തീർന്നു, രുചികരമായി തീർന്നു. ആഗാറിന്റെയും കുഞ്ഞിന്റെയും നിലവിളിക്ക് ആ മരുഭൂമിയിൽ ഒരു തുള്ളി ജലം പോലുമില്ല, പക്ഷേ ആ മരുഭൂമിയിൽ ജലം നൽകിയ ഒരു ദൈവം. അപ്പൊ തീർച്ചയായും ജീവിതത്തിൽ ചില പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ, അത് രോഗമായിക്കൊള്ളട്ടെ, ജോലി സംബന്ധമായിക്കൊള്ളട്ടെ, മറ്റ് പല കുടുംബപരമായ പല പ്രയാസങ്ങളുമായിക്കൊള്ളട്ടെ, തടസ്സങ്ങൾ വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ ദൈവം ഒരു പോക്കുവഴി കണ്ടെത്തും. അല്ലെങ്കിൽ ആ കഷ്ടതകൾ അത് നന്മയ്ക്കായിട്ട് ദൈവം വേർതിരിക്കാനായിട്ട് മാറ്റിവെക്കുന്നതാണ്. ഇവിടെ യോസഫ് പറഞ്ഞു വെക്കുന്നതും ദൈവം അതിനെ ഗുണമാക്കി തീർത്തെന്ന. താൻ കാരാഗ്രഹത്തിൽ കടന്നതും താൻ അനുഭവിച്ച കഷ്ടപ്പാടുകളുമൊക്കെ ദൈവം എന്താക്കി തീർത്തു? ഗുണമാക്കി തീർത്തെന്ന. നമ്മുടെ രോഗവും നമ്മുടെ സങ്കടങ്ങളും
തമ്പുരാന് ഗുണമാക്കി തീർക്കാൻ സാധിക്കും. അത് സാധിക്കണമെങ്കിൽ ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞതുപോലെ യോസഫിനെ പോലെ വിശ്വാസവും വിശ്വസ്തതയും ഉണ്ടാകണം. ആ അനുഭവങ്ങൾ ജീവിക്കുമ്പോൾ തീർച്ചയായും ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകും. യോസഫ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് അറിയാമോ? യോസഫ് എന്ന വാക്കിന്റെ അർത്ഥം കൂട്ടിച്ചേർക്കുന്നതെന്നാണ്. ദൈവം കൂട്ടിച്ചേർത്തത്. യോസഫ് എന്ന വാക്കിന്റെ അർത്ഥം കൂട്ടിച്ചേർക്കുക എന്നാണ്. അറ്റുപോകാവുന്ന ഒരു സഹോദര ബന്ധത്തെ കൂട്ടിച്ചേർത്തവനാണ് ആര്? യോസഫ്. വർഷങ്ങൾക്ക് മുമ്പ് അറ്റുപോയതാണ്. സഹോദരങ്ങൾ ആണെന്നുള്ള പരിഗണന യോസഫിന് കൊടുക്കണ്ടായിരുന്നു. കാരണം അത്രത്തോളം നേരത്തെ നമ്മൾ വായിച്ചപ്പോൾ അവിടെ കേട്ടതാണ്, നമ്മുടെ സഹോദരൻ നമ്മളോട് കെഞ്ചിയപ്പോൾ. ഇല്ല, ഒരാൾ കെഞ്ചുന്നത് എപ്പോഴാ? നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോട് കെഞ്ചാറില്ലേ ചില കാര്യങ്ങൾക്ക്? കെഞ്ചാന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കാറില്ലേ? അത്രത്തോളം അത് വേണമുള്ളത് എന്നതുകൊണ്ടാണ്. അപ്പോൾ തൻ്റെ ജീവനെ തന്നെ കൊല്ലരുത്, തനിക്ക് ഈ ആപത്തുണ്ടാകരുതെന്ന് സഹോദരങ്ങളോട് കെഞ്ചിയപ്പോൾ കരഞ്ഞു പറഞ്ഞതാണ്. പക്ഷെ ആ കരഞ്ഞു പറഞ്ഞിട്ട് അവന്മാര് കേട്ടില്ല. അവനോട് അതിക്രമം ചെയ്തു. പക്ഷേ അതിക്രമം ചെയ്തവരോട് ക്ഷമിക്കുന്ന യോസഫ്, പകരത്തിന് പകരമായി ക്ഷമ കാണിക്കുന്ന യോസഫ്, സ്നേഹത്തിലൂടെ ക്ഷമിക്കുന്ന യോസഫ്, തൻ്റെ ജീവിതത്തിലെ സകലത്തിലും നന്മ ദർശിക്കുന്ന യോസഫ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല അനുഭവങ്ങൾ, പ്രയാസങ്ങൾ, അത് ദൈവ നന്മയ്ക്കായിട്ട് ആണെന്ന് ചിന്തിക്കുവാനുള്ള മനസ്സ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്നുണ്ടോ? പ്രിയമുള്ളവരെ, യോസഫിൻ്റെ ജീവിതം നമുക്ക് ഓരോരുത്തർക്കും ഒരു മാതൃകയായി തീരട്ടെ. നമ്മുടെ ജീവിതത്തിലെ മുറിവുകൾ, നമ്മുടെ വേദനകൾ, അത് ദൈവ പദ്ധതിക്കായിട്ടാണെന്ന് ചിന്തിക്കുവാനിടയാകട്ടെ. യോസഫ് പറയുകയാണ്, നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായിട്ട് ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പായി അയച്ചതാണ്. ആ വാക്കുകൾ തകർന്നു പോകാവുന്ന സഹോദര ബന്ധത്തെ ചേർത്ത് നിർത്തിയതുപോലെ നമ്മുടെ ഒരു വാക്ക് മതി, നമ്മുടെ ഒരു ചിരി മതി, നമ്മുടെ ഒരു വിളി മതി ചിലപ്പോൾ അകന്നു നിൽക്കുന്ന നമ്മുടെ ചില ബന്ധങ്ങളൊക്കെ കൂട്ടിച്ചേർക്കാൻ. മിണ്ടാതിരിക്കുന്ന, കാണാതിരിക്കുന്ന നമ്മുടെ ബന്ധങ്ങളെയൊക്കെ ഒന്ന് കൂട്ടിച്ചേർത്ത് നിർത്തുവാൻ. ഒന്ന് ചിരിച്ചാൽ, ഒന്ന് വിളിച്ചാൽ, ഒന്ന് സംസാരിച്ചാൽ തീരാവുന്ന പല കാര്യങ്ങളേ ഉള്ളൂ നമ്മുടെ ഈ ലോകത്ത്. പക്ഷേ പക മനസ്സിലിട്ട് കൊണ്ട് നടക്കുമ്പോൾ, പക മനസ്സിൽ വന്നാൽ പിന്നെന്താണ്? പ്രതികാരം ചെയ്യാന്നുള്ളതാണല്ലോ, അല്ലേ? പകയും ദേഷ്യവും മനസ്സിൽ വന്നാൽ പ്രതികാരം ചെയ്യുക എന്നാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്നത്, അല്ലെ? മനസ്സിൽ കൊണ്ടു നടക്കുന്ന പക വളരും തോറും പ്രതികരിക്കാനുള്ള ഭാവം ഉണ്ടാവും. പക്ഷേ ആ പക ക്ഷമയായി മാറുമ്പോൾ യോസഫ് നമുക്കൊരു മാതൃകയാണ്. യോസഫിന്റെ ജീവിതം, ആ സ്നേഹം, ആ ക്ഷമ നമുക്ക് മാതൃകയാകട്ടെ. ദൈവം കൂടെ ഇരുന്ന് വഴി നടത്തിയ യോസഫ് നമ്മുടെ ഈ ലോക ജീവിതത്തിലും ദൈവം നമ്മളെ കൂടെ ഇരുന്ന് വഴി നടത്തും. ആ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് അഭയപ്പെടാം. പരിശുദ്ധ ഗിബ്രിയേൽ സാധാരണ മധ്യസ്ഥത അതിന് നമുക്ക് അനുഗ്രഹവും കാവലും സംരക്ഷണവുമായി തീരട്ടെ. ഈ അനുഗ്രഹീതമായ ദിവസം ഇവിടെ കടന്നു വന്ന ഈ ദൈവവചന ശുശ്രൂഷ നിർവഹിപ്പാൻ വിലയനായ എന്നെ ദൈവയുടെ ആക്കിൽ ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധ സാധാരണ മധ്യസ്ഥയിൽ അഭയപ്പെടുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയ്ക്കായി എന്നെ ക്ഷണിച്ച ഈ ഇടവകയുടെ ചുമതലപ്പെട്ട വൈദികരോടുള്ള സ്നേഹവും ആദരവും അറിയിച്ചുകൊണ്ട് വാക്ക് നിർത്തുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.